ബ്ലഡ് കുറെ പോയിട്ടുണ്ട്. ആ ഇഞ്ചക്ഷൻ കൊടുത്തേക്ക്. ചെറിയ മയക്കുണ്ടാവും. സിസ്റ്റർ ഇവിടെ തന്നെ കാണണം. യെസ് ഡോക്ടർ. എന്റെ ഇത്രയും സർവീസിനിടയ്ക്ക് ഇതുപോലൊരു പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇയാൾ അത്ര ഡിഫറൻറ്റാ? ഇയാളെ ഒറ്റയ്ക്ക് വിട്ട സ്വയം തല ചുമരിലിടിച്ചിട്ട് അതിൽ നിന്ന് ഒഴുകുന്ന ബ്ലഡ് കൊണ്ട് ചുമര് മുഴുവനും പലരുടെയും പേരെഴുതി വെക്കും. ദേ അത് കണ്ടില്ലേ? ഈ സേതു വിനായകൻ ആരാ? സേതു വിനായകൻ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ്. ഇതെന്താ സമയം നോക്കാതെ ബെല്ലടിക്കുന്നത്? രഘുവിന്റെ അച്ഛൻ സേതു സാർ വന്നാൽ 4 മണിയായെന്ന് അർത്ഥം. പിന്നെ എന്തിനാ സമയം നോക്കുന്നത്? അങ്കിൾ, ഞങ്ങളെ ആരാ രഘു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓ യെസ്, കണ്ടുപിടിക്കാമല്ലോ. കണ്ടുപിടിച്ചു. എങ്ങനെയാ അങ്കിൾ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചത്? ഡാഡി, സോ സിമ്പിൾ. 1000 കുട്ടികളുടെ കൂടെ ഒരു കുട്ടിയെ വിട്ട ഒരാട് അതിന്റെ കുട്ടിയെ കണ്ടുപിടിക്കും. പിന്നെ എന്റെ കുട്ടിയെ എനിക്ക് അറിഞ്ഞുകൂടെ? ആ മോൻ വാ. മമ്മി. ഞാൻ ഇറങ്ങട്ടെ മീനാക്ഷി. അതെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ? കമ്മീഷന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, മോനെ വിടാൻ വേണ്ടി വന്നാ. ആ ഡാഡി പോട്ടെ. ശരി. ബൈ ഡാഡി. നന്നായി പോയി. നല്ല സമയത്താ വന്നിരിക്കുന്നേ. ആ. വന്ന് മോനെ ഒന്ന് എടുത്ത് മടി വെച്ചോളൂ. ഞാൻ രണ്ടുപേരെ ഒന്ന് ഒഴിഞ്ഞിടാം. ഞാൻ യൂണിഫോം ഒന്ന് മാറ്റിട്ട് വരാം. ഈ യൂണിഫോമിൽ കാണുമ്പോഴാണ് കണ്ണ് കൂടുതൽ കിട്ടുന്നത്. ഇങ്ങോട്ട് വാ. രഘു, രഘു എഴുന്നേക്ക്. എഴുന്നേക്ക് മോനെ. ആ ഇവിടെ ഇരിക്കേ. ഈശ്വര, അച്ഛനും മോനും ഒരു ആപത്ത് പോലും വരുത്തരുതേ. മോൻ നന്നായി പഠിക്കണം. അച്ഛന്റെ ജോലിക്ക് പുരോഗതി കിട്ടണം. തുപ്പിക്കേ. തുപ്പ്. തുപ്പ് മോനെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മോൻ കഴിക്കേ. മോൻ ഉറങ്ങിയോ? ഇല്ല അച്ഛാ. ആ ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അച്ഛാ. ആ പിന്നെ മോന്റെ ഫ്രണ്ട് ഒരുത്തൻ പേരെഴുതാതെ ഒരു ഗിഫ്റ്റ് തന്നില്ലേ, അതെടുത്ത് നോക്കിയായിരുന്നോ? ഏതച്ഛാ? ഏതോ തുണിയാണെന്ന് വിചാരിച്ച് ഞാനെടുത്ത് നോക്കിയപ്പോ ചീത്ത ചെറുക്കനാ. അതിനകത്ത് 4 പട്ടം, 5-6 ഗോലി, 6 പമ്പരം, 6 വട്ടപ്പമ്പരം, പകിട, അങ്ങനെ ധാരാളം ഉണ്ട്. എടാ ആരും അറിയത്തില്ലെന്ന് വിചാരിച്ച് ഞാൻ അടിച്ച് നോക്കിയെന്ന് പറഞ്ഞ്. എടാ അഹങ്കാരം നീയും കണ്ടു അല്ലേ? സമയം എന്തായി? അയ്യോ, മണി 4 പോന്നു. രഘുമോൻ നിങ്ങൾക്ക് വേണ്ടി സ്കൂളിൽ കാത്തിരിക്കില്ലേ? അതെ, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കാലത്ത് വെച്ചുകൂടായിരുന്നോ? നീ വിഷമിക്കാതെ. രഘുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞാൻ മനോഹരനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കൊള്ളാമല്ലോ. നമ്മുടെ മോനെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വരുന്നതിനും വേലക്കാരൻ കൂട്ടിക്കൊണ്ട് വരുന്നതിനും തമ്മിൽ വ്യത്യാസമില്ലേ? മിസ്സിസ് മീനാക്ഷി. ദേ എന്നെ വിളിക്കുന്നു. ഹായ് മമ്മി.
രഘുമോൻ അയ്യോ അയ്യോ അമ്മയുടെ വയറ്റിലേ ഒരു കുഞ്ഞുവാകുണ്ട്. ഇങ്ങനെ പിടിച്ചാലേ കുഞ്ഞുവാക്ക് വേദന എടുക്കും. ഇനി മാറ്. മമ്മി ഷൂ അയച്ചിട്ടാ വേഗം വാ. ആ അതെ വരുന്നു. മമ്മിക്ക് ഇങ്ങനെ ഇരുന്ന് ഇനി ഷൂ അഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡാഡി അഴിച്ചു തരാം. മോന് ഒരു കുഞ്ഞിനെയും വരാൻ പോവല്ലേ. മമ്മിക്കിനെ കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ. ഇനി മോൻ്റെ കാര്യം മോൻ തന്നെ നോക്കണം കേട്ടോ. പോകാം ഡാഡി. ആ മോനെ രഘു, അശോക ലോഡ്ജിൽ അച്ഛനൊരു കൊലക്കേസ് അന്വേഷിക്കാനുണ്ട്. മോനെ കൊണ്ടുപോകാൻ വണ്ടി ഇപ്പോൾ വരും. മോൻ അതിൽ തനിച്ചു പോക്കണം കേട്ടോ. അച്ഛൻ വരട്ടെ. ആ ആരാ? സേതുവാ? ഞാനാടാ അച്ഛനാ. ഞാൻ അങ്ങോട്ട് 2-3 പ്രാവശ്യം വിളിച്ചു. നീ അപ്പൊ കോടതിയിലാണെന്നാ പറഞ്ഞത്. ആ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിനക്കൊരു മോൻ ജനിച്ചടാ. അതേടാ, രാവിലെ 11:30 മണിക്ക്. കുഞ്ഞ് ജനിച്ച സമയം നല്ല സമയമാടാ. മുത്തച്ഛാ, ഒന്ന് ചുമ്മാതിരിക്കും മോനെ. ഭാഗ്യമുള്ള ജാതകമാ. അച്ഛനും അമ്മയും ഒരുപാട് കാലം ജീവിച്ചിരിക്കും. കുഞ്ഞിനെ കാണണോടാ. നല്ല സുന്ദരനല്ലേ? രഘുവിനേക്കാളും നല്ല കളറുണ്ടടാ. ആ പിന്നെ ഒന്ന് ചുമ്മാതിരിക്കടാ. നല്ല തക്കാളി പഴം പോലെയാ ഇരിക്കുന്നത്. എന്റെ കണ്ണ് പോലും കിട്ടുമെന്നാ തോന്നുന്നത്. നിന്നെയും കാത്ത് എല്ലാവരും ഇവിടെ ഇരിക്കുക. വേഗം ഒന്ന് ഇങ്ങോട്ട് വാടാ. ഓ എന്നാടാ എന്താടാ കുട്ടാ? എന്താ മോനെ? രണ്ടുപേരുടെ മൂക്കേ ഒരേ അച്ചിൽ വാർത്ത പോലുണ്ട്. Interpreting their hunting behavior is almost impossible. But one scientist has managed to do just that. Away to a study site on the edge of the Kalahari Desert. This is the land of the legendary Bushmen. പോയിട്ട് വരാമേ. ഒന്ന് വേഗം വാ. ആ ഞാൻ ഇറങ്ങുന്നു മീനാക്ഷി. അച്ഛാ, എന്താ സൂരജ്? ഇന്നൊരു ഇന്റർ കോളേജ് ഫംഗ്ഷൻ ഉണ്ട്. ആ അച്ഛനും അമ്മയും തീർച്ചയായിട്ടും വരണം. അതിനെന്താ, ഞങ്ങൾ രണ്ടുപേരും വരാം. നീ നിന്നെ ചേട്ടനെ കൂടെ വിളിക്കേ. ചേട്ടൻ കളക്ടറല്ലേ, ചേട്ടനാണ് ചീഫ് ഗസ്റ്റ്. ഫംഗ്ഷൻ ചേട്ടൻ തീർച്ചയായിട്ടും വരും. പക്ഷെ രഘു, വല്ലതും കഴിച്ച മോനെ? കഴിച്ചമ്മ. ദേ നിക്ക് 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 മോനെ. 3 പേരും കൂടി ഒന്നിച്ചിറങ്ങരുത് ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അച്ഛനും മക്കളും ഇങ്ങനെ ഒരുമിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കണ്ണ് കിട്ടുമെന്നുള്ളത് ഉറപ്പാ. അച്ഛൻ AC, ചേട്ടൻ IAS, അനിയൻ ഡോക്ടറിന് പഠിക്കുന്നു. 3 പേരും കൂടി ഒരേ സമയത്ത് ഇങ്ങനെ ഇറങ്ങിയ എല്ലാവരുടെ കണ്ണും ഒരുപോലെ ഇരിക്കില്ല. ആദ്യം നിങ്ങൾ പുറപ്പെട്. യെസ് മാഡം.
മോനെ, എന്താമേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ബട്ടൺസ് ഇടണമെന്ന്. ഇനി പൊയ്ക്കോ. ബൈ. എന്താ ആരാടാ റോക്കറ്റ് വിട്ടത്? ഏയ് എന്താ ഞാനാണ്ടാ റോക്കറ്റ് വിട്ടേ? എടോ സെക്യൂരിറ്റി, പിടിക്കാമനെ. അവനെ അടിക്കണ്ട, മാറി നിൽക്ക. എഴുന്നേക്കടാ, എഴുന്നേക്കാൻ. എന്തിനാ അങ്ങനെ ചെയ്തേ? സാർ, ഇതിനകത്ത് ഒരു റോക്കറ്റ് ഉണ്ട്. അത് റോക്കറ്റ് അല്ല സാർ, അപേക്ഷ. അപേക്ഷയോ? സാർ, എന്റെ പേര് കണ്ണൻ. എന്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി. ഞങ്ങൾ വളരെ പാവപ്പെട്ടവരാണ്. അച്ഛന് മാസം തോറും പെൻഷൻ വരും. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കഴിഞ്ഞിരുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി അച്ഛന് പെൻഷൻ വരുന്നില്ല. അതെന്താ കാരണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എപ്പോൾ വന്ന് ചോദിച്ചാലും കളക്ടർ സ്ഥലത്തില്ല, ഫയലിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്നെ ഓഫീസിലുള്ളവർ തിരിച്ചയക്കുന്നു. അങ്ങ് തന്നെ നേരിട്ട് കാണുമെന്ന് പറഞ്ഞാലും പണം ചോദിക്കുന്നു. അതിന് എൻ്റെ കയ്യിൽ കാശില്ല. എനിക്ക് ജോലിയുമില്ല. എനിക്കെന്തെങ്കിലും ജോലി കിട്ടുന്നത് വരെ എൻ്റെ അച്ഛൻ്റെ പെൻഷൻ അനുവദിക്കണമെന്ന് അങ്ങയോട് താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് കണ്ണൻ. വെരി ഗുഡ്. നാട്ടിൽ നിന്നെ പോലുള്ള ആൾക്കാരെ ആവശ്യം. സർക്കാർ നിന്റെ അപേക്ഷ സ്വീകരിച്ചില്ലെങ്കിലും അത് റോക്കറ്റായിട്ട് അയക്കാൻ നിനക്ക് തോന്നിയല്ലോ. നിന്റെ ഐഡിയ കൊള്ളാം. പണം ചോദിച്ചിരുന്നു? അത് പിന്നെ ഇല്ല സാർ. നോ 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 നീ ഇനിയൊന്നും പറയണ്ട. നിന്നെ പറ്റി എനിക്ക് നന്നായിട്ടറിയാം. ഇത് നീ ആദ്യമായി ചെയ്യുന്നതല്ല, 3ാമത്തെ തവണയാ. നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാ ഇതുവരെ നിന്നെ ഒന്നും ചെയ്യാതെ ഞാൻ വിട്ടത്. ഇങ്ങ് വാടോ. സാർ, നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ. അകത്ത് പോയി എൻ്റെ ഫയലെല്ലാം എടുത്തോണ്ട് വാ. ഇനി മുതൽ ഞാൻ എവിടെയായിരിക്കുന്നത്? ആ. ഞാനെന്താ AC-യിലിരിക്കുന്ന കളക്ടറാന്ന് വിചാരിച്ചോ? ഞാനൊരു സാധാരണക്കാരനാ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കളക്ടർ, പ്രശ്നങ്ങൾക്ക് തീരുമാനമുണ്ടാക്കുന്ന കളക്ടർ. കൈക്കൂലി എന്ന വാക്കിന് കടിഞ്ഞാനിടുന്ന കളക്ടറാ ഞാൻ. ഇത് എൻ്റെ അവസാനത്തെ വാണിങ്ങാ. നീ പോയി ഫയൽ എടുത്തോണ്ട് വാ. ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ രഘുനാഥൻ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രിയ സുഹൃത്തുക്കളെ, സോറി ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ചേർന്ന് ചീഫ് ഗസ്റ്റായിട്ട് എന്നെ ഈ കോളേജിലേക്ക് ക്ഷണിച്ചപ്പോൾ ഞാനൊരു കളക്ടറായി ഈ കോളേജിലേക്ക് വരാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ ഈ കോളേജിൻ്റെ പടി ചവിട്ടുമ്പോൾ അതെല്ലാം ഞാൻ മറന്നു. ഞാനും നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റായി മാറി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഇതിനു മുമ്പ്. ആരെങ്കിലും മൈക്കിൻ്റെ മുന്നിൽ വന്ന ഓന്ന് ഞാനും ശബ്ദം ഉണ്ടാക്കും. പാതിവൃത്തത്തിൽ കണ്ണകയാണോ മാധവിയാണോ എന്ന ടോപ്പിക്ക് ഇവിടെയുള്ള എല്ലാ കുട്ടികളും പറഞ്ഞു. എന്നാൽ അതിൽ 2 പേരും മാത്രം വളരെ മനോഹരമായ രീതിയിൽ വിവരിച്ച് 2 പേരും 60 മാർക്ക് വീതം നേടി. ഇപ്പൊ അതാ ഇവിടുത്തെ പ്രശ്നം. എന്നെ സംബന്ധിച്ച് പാതിവൃത്തത്തിൽ കണ്ണകയാണോ മാധവിയാണോ എന്ന ചോദ്യം തന്നെ തെറ്റ്. കാരണം ആ സ്ത്രീ ഒരു നാട് മുഴുവൻ കത്തിച്ചിരിക്കുന്നു. പാതിവൃത്തത്തിൽ കണ്ണകയാണെന്നുള്ള കാര്യം ഇതിനു മുമ്പേ ചരിത്രത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ള വിഷയമാണ്. അത് പറഞ്ഞാണ് സൂരജ് ഇതുവരെ മത്സരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ പ്രിയ എന്ന ഈ പെൺകുട്ടി പാതിവൃത്തത്തിൽ മാധവിയാണെന്ന് അടിച്ചു പറഞ്ഞ കാര്യം യാതൊരു തെറ്റുമില്ലെന്ന് ഞാൻ കരുതുന്നു. പോസിറ്റീവായ ഒരു കാര്യം വീണ്ടും പോസിറ്റീവായി എടുക്കുന്നതിൽ യാതൊരു ബുദ്ധിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ നെഗറ്റീവായ ഒരു കാര്യം വളരെ മനോഹരമായ രീതിയിൽ പോസിറ്റീവായി പറയുന്നതാണ് കഴിവ്. അതാണ് മിസ് പ്രിയ ഇവിടെ ചെയ്തത്. അതുകൊണ്ട് 10 മാർക്ക് അധികം കൊടുത്ത് പ്രിയയെ ഈ സ്റ്റേജിലേക്ക് സമ്മാനം വാങ്ങുവാനായി ഞാൻ ആദരവായി ക്ഷണിച്ചു കൊള്ളുന്നു. വെൽക്കം മിസ് പ്രിയ.
ഏ? ആരാടാ ഇത്? വലിയ പോസ്റ്റിലായിരിക്കുന്നത്, വിവരമില്ലാതെ സംസാരിക്കുന്നത്. ഇതൊക്കെ നിന്റെ ചേട്ടാ. തെറ്റും ശരിയൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? ഹീസ് എൻ IAS, ഹീസ് ദ കളക്ടർ. അദ്ദേഹത്തിന് അറിയാമായിട്ട് ഒന്നുമില്ല. സോ ഷട്ട് അപ്പ്. സൂരജ്, ചേട്ടാ. എന്താ ഉറങ്ങിയില്ലേ? ഇല്ലേട്ടാ. സോറി, ഞാൻ നിനക്ക് പ്രൈസ് തരാത്തതുകൊണ്ട് ഒരുപാട് ഫീൽ ചെയ്തു അല്ലേ? ഹേയ്, എൻ്റെ ചേട്ടനായിട്ടല്ലോ അവിടെ വന്നത്. ഒരു കളക്ടറായിട്ട് വന്നു, അർഹതപ്പെട്ടവർക്ക് പ്രൈസ് കൊടുത്തു. അത് മാത്രമല്ല, നല്ലൊരു റീസണും പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. എനിക്കൊരു വിഷമമില്ല ചേട്ടാ. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. എനിവേ, നീ ഒട്ടും ഫീൽ ചെയ്തില്ലല്ലേ? സത്യമായിട്ടില്ല ചേട്ടാ. ഗുഡ് നൈറ്റ്. നിനക്ക് ഫീൽ ചെയ്ത് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷേ ഞാൻ തോറ്റുപോയി. ഇന്നലെ ഞാൻ പോയി ഫേഷ്യൽ ചെയ്ത കൊള്ളാമോ? കൊള്ളാടി. വൃത്തിയായിട്ട് ഒരേ ക്ലാസ്സിലായിരിക്കുമല്ലേ? കണ്ണ് കണ്ടുവിടോ തണ്ടി. ഒന്ന് ക്ഷമിക്കടാ. സൂരജ് എവിടെ? ദേ അവിടെ ഇരുന്ന് കവിത വായിക്കുന്ന കണ്ടില്ലേ? എന്ത് ചോദിക്കുമ്പോഴും നാണം തരും, നാണം ചോദിക്കുമ്പോഴും. അതാണ് ഒരു കവി പ്രണയിനിയോട് എന്താ ചോദിച്ചിരിക്കുന്നത് കേട്ടില്ലേ? എന്ത് ചോദിച്ചു? എടാ പോടാ. എടാ നിന്നോടാ പോടാ. എടാ പോടാ. എന്നോടോ? ഞാൻ എന്തിനാടാ പോകുന്നത്? പിന്നെ എൻ്റെ ചേട്ടനെ കുറിച്ച് എന്തിനാ അനാവശ്യം പറഞ്ഞേ? അതാണോ കാര്യം? നിന്റെ ഫാമിലിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരുമെന്ന് അറിയാം. നിനക്ക് ചേട്ടനോടുള്ള സ്നേഹത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞാടാ. ഇതിനൊക്കെ നീ ഇങ്ങനെ വിട്ടെ കയ്യെന്നുട്ടെ. അതൊക്കെ കളയടാ. ഇന്നലെ രാത്രി എനിക്ക് ഉറക്കമേ വന്നില്ലടാ. എന്താടാ? ദാറ്റ് ഗേൾ മനസ്സിളക്കി കളഞ്ഞില്ലേ? എടാ ഇന്നലത്തെ ആ കോളേജ് ഫംഗ്ഷനില് പ്രൈസ് അടിച്ചോണ്ട് പോയില്ലേ പ്രിയ? അവളടാ. അവള് നിന്നെ മാത്രമല്ല ഇളക്കി വിട്ട, ഈ കോളേജ് മുഴുവനും, പ്രത്യേകിച്ച് ഇവനെ. എല്ലാ പെണ്ണുങ്ങളെയും പോലെ എനിക്ക് പ്രിയ. കൂടുതലായിട്ടൊന്നുമില്ല കേട്ടല്ലോ. നിനക്ക് സമ്മാനം കിട്ടാത്തതിന്റെ ദേഷ്യം കാണിക്കല്ലേ? അത് കളഞ്ഞേര് അളിയാ. ഇന്ന് കോളേജ് കട്ട് ചെയ്ത് പ്രിയെ കാണാൻ വേണ്ടി അവളുടെ കോളേജിൽ പോയാലോ? പോയാലോന്നോ? പോവും. നമ്മൾ അവളുടെ കോളേജിൽ പോകുന്നു. എന്താടാ വലിയ ഹീറോ എന്നാ വിചാരം? തൊട്ടടുത്ത വീട്ടിലൊരു ആന്റി പറഞ്ഞതാ. ആന്റിക്ക് ഒരു 80 വയസ്സ് കാണും. അവിടെ തുപ്പടാ. ഗുഡ് മോർണിംഗ് സർ. നിനക്ക് എന്നോട് നല്ല ബഹുമാനം ഉണ്ടെന്ന് എനിക്കറിയാം. താഴെ ഇറങ്ങടാ. ഇറങ്ങി സർ. ഗുഡ് മോർണിംഗ് സൂരജ്. ഗുഡ് മോർണിംഗ് സർ. ഈ ലെറ്റർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളിന്റെ കയ്യിൽ ചെയർമാൻ എന്ന നിലയിൽ നീ കൊടുത്താൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന നിനക്ക് അന്തസ്സാണ്, കോളേജിന് അന്തസ്സാണ്. എന്താ ഇത് കൊടുക്കില്ലേ? താങ്ക്സ്. എന്താണ് ഇവിടെ മീറ്റിംഗ്? ക്ലാസ്സിൽ പോകുന്നില്ലേ? ഞാൻ പോകാൻ നോക്കടാ. നല്ല കാര്യം. നമ്മുടെ പ്രിൻസിപ്പളിന് ഗ്രൗണ്ട് ഫ്ലോർ കൊടുത്തത് നന്നായി. ഫസ്റ്റ് ഫ്ലോർ ഞാൻ കൊടുത്തിരുന്നെങ്കിലേ കോളേജ് മുഴുവൻ തകർന്നേനെ. എന്താ പറഞ്ഞ? അയ്യോ ഇല്ല മാവ. അല്ല സോറി സർ. ഇനി അങ്ങോട്ട് നോക്കണേ സൂരജ്. ഇവൻ നല്ല സ്മാർട്ട് ആയല്ലോ. ലൈഫ് ഇൻഷുറൻസ് എടുക്കാണ്ടാ ഈ കോളേജിലേക്ക് വന്നിരിക്കുന്നത്. എന്താവോ എന്തോ. അളിയാ നിന്നോടാ. ഏത് കോളേജിലാ? മെഡിക്കൽ കോളേജ്. പിന്നെ എന്താ ഇവിടെ ഒരു കറക്കം? എന്റെ ഫ്രണ്ട് ഇവിടെ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി വന്നപ്പോ ഞങ്ങൾ അവനെ വെറുതെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാ. പേരെന്താ? കുമാർ. അച്ഛനുണ്ടല്ലോ. പിന്നില്ലേ? അപ്പൊ നിന്റെ ഇൻഷൽ അങ്ങേര് ഇവിടെ വന്ന് പറയൂ. സോറി സർ, യെസ് കുമാർ. നീ എത്ര പേർക്ക് ഓപ്പറേഷൻ ചെയ്തു? പറയടാ. എല്ലാം പഠിച്ചോ നീ? അൺഫോർച്ചുനേറ്റ്ലി. അപ്പൊ ABCD ഒക്കെ അറിയാം. വരെ അറിയാം സാർ. ഒന്നിട്ട് നോക്കട്ടെ. നടുകൊണ്ട് ഇടറാ. നടുവ് കൊണ്ട് എങ്ങനെ ഇടറാ കൈ. നടുകൊണ്ട് ഇടുന്നോ അതോ നടു ഓടിക്കണോ? പേടിപ്പിക്കല്ലേ, ഇട്ടാ പോരെ. എനിക്ക് ഇത്രേ പറ്റൂ, ബാക്കി ഇവൻ ചെയ്തോളൂ. എന്റെ നടുവിൽ ഒരു കുരുവുണ്ട്, അതാനക്കരുതെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. നിന്റെ ആള് വരുന്നു. ദേ നോക്കിയടാ, ഒരു നേർക്കോലിയും സീർട്ട് വലിക്കുന്നുണ്ടല്ലേ. ആരാവൻ? ഹായ് ഹായ്. എന്താ ഡിലേറ്റ് ആയത്? സോറിയാ.
എന്റെ ആൾ ഇവിടെ വരുമ്പോ അവളെ നോക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലടാ. കണ്ണടക്കടാ. ആഹാ ഇത് കൊള്ളാം. ഇവന്മാർ അടികൊള്ളാതെ പോകുന്ന ലക്ഷണമില്ല. ഇപ്പൊ തരാം. ആശാനെ, ഇവിടെ കുറെ പൂവാലന്മാര് നമ്മുടെ പ്രിയ കുഞ്ഞിനെ ശല്യം ചെയ്യാൻ പോവാന്നാ തോന്നുന്നത്. ആശാൻ എവിടാ? പൂജ ഒന്ന് കഴിയട്ടെ, അവളോട് അതുവരെ കാറിലിരിക്കാൻ പറ. ശരി, കുഞ്ഞിനോട് ഞാൻ പറയാം ആശാനെ. മോളെ ഒന്ന് നിന്നേ, ചേട്ടൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് മോള് പോയാ മതി. എടി നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വന്നേക്കാം. ഓക്കെ. ആശാനെ, അവന്മാരാ പോയ അടിക്കാ. അടിച്ചു താർക്കടാ. ബാക്കിലുള്ളവരെ മാത്രം അടിച്ചാ മതി. അനിയത്തിയെ കളിയാക്കിയവനെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ആരാന്നറിയോ? എംപിയുടെ മോനാ. ആഹാ, നീ ഏത് എംപിയുടെ മോനായ എനിക്കെന്താടാ? അനിയത്തെ ശല്യം ചെയ്തതിന്റെ ബയോഡേറ്റ ചോദിക്കണോ? ആദ്യം ആടി, പിന്നെ അല്ലടാ ബയോഡേറ്റ. എടാ അളിയാ, അവിടെ എന്താ നടക്കുന്നേ? നിനക്ക് അത് മാത്രമല്ലടാ കാണാത്തുള്ളൂ. ആ പെണ്ണിറങ്ങി പോയ കാറല്ലേ, എനിക്ക് അതുപോലും കാണാൻ പറ്റുന്നില്ലടാ. നിർത്തി. നിനക്കൊക്കെ അത് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് തോന്നുള്ളൂ. എനിക്ക് മാത്രമേ അറിയുള്ളൂ അതെങ്ങനെയാ ഫോക്കസ് ചെയ്യേണ്ടത്. അടിയെന്ന് പറഞ്ഞതാടാ. ഇതിലും വലിയ തെറ്റ് ചെയ്തിട്ട് തല്ലുന്ന ഞാൻ കണ്ടിട്ടില്ല. വെറുതെ ഒന്ന് ആ പെണ്ണിനെ നോക്കിയതിനെ അവൻ തല്ലി കൊന്നു. ഇതൊക്കെ കണ്ടിട്ട് ഡോക്ടറും പഠിക്കണ്ട, ഒരു മണ്ണാങ്കട്ടയ്ക്കും പഠിക്കണ്ട. എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ഞാൻ ആലോചിക്കാം. അവിടെ കുറച്ചു നേരം എന്ത് കലാപരിപാടി നടന്നെന്ന് ഒരു പിടിയില്ല. പറഞ്ഞു തന്നാ എനക്കാണ് മനസ്സിലാവും. ദേ കേട്ടോ, പ്രിയം, പ്രിയതരം, പ്രിയമാനസം, ഇതുപോലെ പ്രീ കൂട്ടി ഒരു വാക്കും ഞാൻ എന്റെ ജീവിതത്തിൽ പറയില്ല. ഇനി ഞാൻ പറഞ്ഞു തോന്നുന്നു എന്നെ തല്ലണ്ടല്ലോ. ഞാൻ വക്കീലിന്റെ മോനെ, എനിക്കിത് കണ്ടിട്ട് ഡോക്ടറും പഠിക്കണ്ട, ഒന്നിനും പഠിക്കണ്ട, പോയാലോ എന്ന് ആലോചിക്കാം. എന്താടാ ഇത്? ഇതുപോലെ ഒരു അടി കണ്ടിട്ട് പേടിച്ച എങ്ങനെയാ? എടാ, ഇതൊക്കെ ജീവിതത്തിൽ സർവ്വസാധാരണ. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതൊക്കെ. അടിയും പിടി അവന് സർവ്വസാധാരണമാണെന്ന്. മനുഷ്യനാണെങ്കിൽ കുറച്ച് ധൈര്യം വേണം. ആ സേട്ടിങ്ങന്നേ, അവളുടെ കാര്യം നീ മാത്രം പറഞ്ഞാൽ മതി. എന്താന്ന് വെച്ചാ വീട്ടിലൊരു IAS ഒരു കമ്മീഷണറും ഉണ്ടല്ലോ. നീ വിചാരിച്ച പ്രിയ മാത്രമല്ലടാ, ആ പ്രൈം മിനിസ്റ്റർ. അയ്യോ, അതും പ്രയാണല്ലോ. ആരെയും പ്രേമിക്കാടാ. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എന്തിനാ ഞങ്ങളും കൂടി ഇതിനകത്ത് കിടന്ന് കുഴയുന്ന? ഞങ്ങളെ വിട്ടേക്ക്. എന്താടാ അത്? ചങ്കൂറ്റത്തോടെ ഞാനൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നീയൊക്കെ ഇങ്ങനെ പേടിച്ച എങ്ങനെയാ? നീയൊക്കെ ഫ്രണ്ട്സാന്ന് പറയാൻ തന്നെ എനിക്ക്. ഇപ്പൊ എന്താ നിന്റെ കൂടെ പറയണം? അത്രയേ ഉള്ളൂ. അടി വാങ്ങുന്നതിന് ഒരു തീരുമാനമായി. ഇനി മാറ്റമൊന്നുമില്ലല്ലോ. വാ പോവാം. ബോള് നീ പിടിച്ചല്ലോ, ഇപ്പൊ ഒരുത്തി വരും, കണ്ടോ? വന്നാലെന്താ? ഫ്രണ്ട്ഷിപ്പ് കട്ടാവും, കുഴപ്പമില്ലല്ലോ. എക്സ്ക്യൂസ് മീ, കുഡ് യു ഗിവ് മീ ദ ബോൾ? അതെ, മലയാളത്തിൽ പറയണേ. അതെന്താ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അവൻ അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയോ? എനിക്കും അറിഞ്ഞൂടാ. ആ ബോളിംഗ് തരൂ. ചോദിക്കുമ്പോ തന്നെ ചുമ്മാ അങ്ങ് തരാൻ പറ്റില്ല പെങ്ങളെ. എടി, ഇവന്മാര് നമ്മളെ കളിയാക്കാ. എടി, ദൈവന്മാര് നമ്മളെ കളിയാക്കുക.
സൂരജ്, എന്താ ഇത്? ബൈക്കിൽ നിന്ന് നീ വീണ് കൈ മുറിഞ്ഞ് നമ്മ പറഞ്ഞു. ഏയ് ഒന്നുമില്ല ഏട്ടാ. കാണട്ടെ, എന്താടാ ഇതൊക്കെ? ഒരു ചെറിയ മുറിവാ. ഇന്നു മുതൽ നീ ബൈക്ക് ഓടിക്കാൻ പാടില്ല. അയ്യോ ഇത് വേണ്ട എന്താ വേണ്ട, ചേട്ടാ? ഒന്നും പറയണ്ട. എന്തു വേണമെന്ന് എനിക്കറിയാം. ഹലോ, രാമദാൻ സാറാണോ? ഞാൻ കളക്ടർ രഘുരാമനാ സാർ. എന്തുണ്ട് വിശേഷം? സാർ, എനിക്കൊരു മാരുതി സെൻ വേണം. എപ്പോൾ കിട്ടും? നാളെയോ? നാളെ എപ്പോൾ? മോർണിംഗാ. ബട്ട് നാളെ മോർണിംഗ് 10:30 12 രാഹുകാലം. അതിന് മുൻപ് തരാൻ പറ്റുമോ സാർ? ഓക്കെ സാർ. എന്താ സാർ? ഒരു മിനിറ്റ് സാർ, ഞാൻ അനിയനോടും ചോദിക്കട്ടെ. ഏത് കളറാ? ചേട്ടാ മെറ്റാലിക് ബ്ലൂ. സാർ, മെറ്റാലിക് ബ്ലൂ കിട്ടോ സാർ? ഉണ്ടോ? ഓക്കെ സാർ, താങ്ക് യു സാർ. ഞാൻ ചെക്ക് പിയൂൻ്റെ അടുത്ത് കൊടുത്തിട്ടേക്കാം സാർ. സാർ, വണ്ടി എൻ്റെ വീട്ടിലേക്ക് അയക്കണം. അതെ സാർ, കാരണം നിങ്ങൾ 9 മണിക്ക് എത്തിച്ച എൻ്റെ അനിയന് കോളേജിൽ പോവാൻ. ഓക്കെ സാർ, താങ്ക് യു. ചേട്ടാ എന്തിനാ ചേട്ടാ ഈ വണ്ടി? എടാ, നീ ഡോക്ടറിനാണ് പഠിക്കുന്നത്. നീ സേഫായിട്ട് പോയിട്ട് വരണം, അത്രേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്നു പോവില്ലേ? ചേട്ടാ നീ എന്നോടൊന്നും പറയണ്ട. നാളെ രാവിലെ നീ കോളേജിലേക്ക് കാറിൽ പോകുന്നു, പുതിയ കാറിൽ, മാരുതി സെൻ. ഓക്കെ, ഗുഡ് നൈറ്റ്. സോറി ഡിയർ. നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഉണ്ടല്ലോ, ചേച്ചി ഒരുത്തിന്റെ കൂടെ പോയി, അനിയത്തി വേറൊരുത്തിന്റെ കൂടെ പോയി. നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് ഇപ്പൊ തന്നെ ഒളിച്ചോടാം. ചേരിപ്പൂരും ഞാൻ. അത് കുഴപ്പമില്ല, ചെരുപ്പില്ലാതെ നമുക്ക് പോവാം. ബാഡ്. കുമാരന്റെ സമയം ശരിയല്ല. അവന്റെ പുറകിലൊരു കാർ. എവനാണെന്ന് നോക്കട്ടെ. അയ്യോ എറിയല്ലേ, ഞാനാടാ. പുതിയ വണ്ടിയാ, എങ്ങനെയുണ്ട്? ഇത് പുതിയ കാറാണോ? കൊള്ളാമല്ലോ. ആ മതി മതി മതി. എടാ, എന്തിനാ എന്നെ ഇങ്ങനെ ഓടിച്ചേ? അല്ല, ഞങ്ങൾ ആരെങ്കിലും കല്യാണത്തിന് പോയാ ചെരുപ്പ് മാത്രമേ കട്ടുകൊണ്ട് വരാറുള്ളൂ. നീ ഇപ്പൊ കാറ് തന്നെ കട്ടുകൊണ്ട് വന്നല്ലോ. ഐ ലൈക്ക് യുവർ ഫ്രണ്ട്ഷിപ്പ്. തമാശിച്ചായിരിക്കും അല്ലേ? കളിയാക്കല്ലേടാ. ഈ കാർ ചേട്ടൻ മേടിച്ചെന്നാ. എന്ത്? ഏട്ടൻ കാറ് വാങ്ങി തന്നൂന്നാ? പിന്നെ വല്ലവരും ചേട്ടൻ മേടിച്ചു തരൂ. പ്രിയെ കളിയാക്കിയ സമയത്ത് എൻ്റെ ധീര സ്നേഹിതന്മാരെല്ലാം ആരും അറിയാതെ എസ്കേപ്പ് ആയി. കിട്ടിയത് മുഴുവൻ ഞാനല്ലേ മേടിച്ചു കൂട്ടിയത്. അടികിട്ടുകാരെ മറക്കാൻ വേണ്ടി ബൈക്ക് സ്കിഡായെന്നാ ഞാൻ ചേട്ടനോട് പറഞ്ഞത്. അപ്പോഴാ ചേട്ടൻ ഈ കാറ് മേടിച്ചു തന്നത്. കണ്ടോടാ, കണ്ടോണ്ടല്ലേ നിക്കുന്നേ. ഉണ്ടായിക്കടാ. ചേട്ടന്മാരായ ഇങ്ങനെ വേണം. ബൈക്ക് സ്കിഡായി എന്ന് പറഞ്ഞപ്പോ മാരുതി കാർ മേടിച്ചു കൊടുത്തു. എനിക്കും ഉണ്ടൊരു ചേട്ടൻ. വാട്ട്സ് യുവർ പ്രോബ്ലം? സൈക്കിള് പഞ്ചറായി എന്ന് പറഞ്ഞ് അതിന്റെ ഭാഗം ചോദിക്കും. അത്രയ്ക്ക് നല്ലവനവൻ. നല്ലൊരു മാതൃക കുടുംബമായിട്ട് നിന്റെ വീടിനെ തിരഞ്ഞെടുക്കാൻ പറയണം ടി വിക്കാരോട്. ഇതെന്താ? അയ്യടാ, ഇതില് പാർട്ടി ഒതുക്കാൻ നീ വിചാരിച്ചാ നടക്കില്ല മോനെ. ഞങ്ങൾക്കൊരു അടിപൊളി പാർട്ടി തരണം. എവിടെ എപ്പോഴാന്ന് പറ. ഇപ്പൊ വേണമെങ്കിൽ ഓക്കെ. അല്ലയോ, ഞാൻ ബിസിയാ. ഒരു 150 രൂപ ഞാൻ പോയേക്കാം. 150 രൂപടാ. ഇത് വേണ്ട. എന്തിനാ? അത് പറഞ്ഞാ നീ തരില്ല. ഒരു ക്വാർട്ടർ, ഒരു വാട്ടർ. ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാത്ത ഹോട്ടലിലേക്കാണോടാ 25 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കൂട്ടിക്കൊണ്ടുവന്നത്? ഈ ആഴ്ചയിൽ ഇപ്പൊ 4ാമത്തെ പാർട്ടിയാ, നിങ്ങൾക്ക് അറിയാവോ? ആ ചീത്തു, എടാ മണ്ട, അവൻ മറ്റേ പാർട്ടിയെ പറ്റിയാടാ പറഞ്ഞത്. നിനക്കൊന്നും ഒരു വിവരമില്ലാണ്ട് പോയല്ലോ. എടാ സൂരജെ, നമ്മുടെ കൂടെ ഉള്ള ആരെങ്കിലും ഒരു ഷർട്ട് വാങ്ങിയാലോ പാന്റ് വാങ്ങിയാലോ, എന്തിന് ഒരു ജെട്ടി വാങ്ങിയാൽ പോലും പാർട്ടി വേണോടാ. ഇത് കൊള്ളാലോ. ഇപ്പൊ തൊട്ടേനും പിടിച്ചനൊക്കെ പാർട്ടി നടത്താൻ പോ. ഇന്നിവിടെ നടക്കുന്ന പാർട്ടിക്ക് സത്യത്തിൽ താങ്ക്സ് പറയേണ്ടത് പ്രിയോടാ. എന്തിന്? ഹോട്ടലിലെ വെള്ളയാണോ? ദേ സോറിടാ. ബേരു കമ്മിയർ. വരുന്നു സാർ. സാർ വേറെന്തെങ്കിലും? ഒരു 50 രൂപ കടന്നു തരുമോ? നിങ്ങളെ സ്ഥലം ഏതാ? കാക്കനാടാ. നിങ്ങളോ? ഉളമറ. ചുമ്മാ ഇരിക്കടാ. വേറെ എന്താ വേണ്ട? എനിക്കൊന്നും വേണ്ട. എനിക്ക് തൃപ്തിയായി. ബില്ല് കൊടുത്തേക്ക്. സൂരജ്, ദേ അവിടെ പ്രിയ ഇരിക്കുന്നടാ. എന്താണ് പ്രിയ? ദേ അങ്ങോട്ട് നോക്ക്. സ്വന്തം തന്ത നിൽക്കുന്നു പറഞ്ഞാൽ നോക്കൂല. പെണ്ണെന്ന് പറയുമ്പോ ടക്കയും തിരിഞ്ഞു. ഒരു തമാശ പറഞ്ഞല്ലേ? ഓവറാക്കല്ലേ. അന്നേരം ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ. സുരേഷ് ഐ ലവ് എന്ന് പറഞ്ഞപ്പോ നീ ഓക്കെ പറഞ്ഞോ? ഇല്ലടി. എന്നാ വേഗം പറഞ്ഞേക്ക്. നീ ഐസ്ക്രീം പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. ഞാനും പറഞ്ഞില്ല. പിന്നെന്തിനാ കൊണ്ടുവന്നേ?
ആരാ ഓർഡർ ചെയ്തേ? ഹായ്, ഞാനാ ഓർഡർ ചെയ്തത്. ഏയ് കഴിക്കാതെ. നിനക്ക് വേണ്ട നീ കഴിക്കണ്ട. സൂരജ് വാങ്ങിച്ചെന്നാ ഞാൻ കഴിക്കും. ഹലോ, ഐസ്ക്രീം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, അടിപൊളി. ഇവക്ക് നിന്നെ ഇഷ്ടമാണ്. ഈ മാഡം കഴിച്ചില്ലേ? അവക്ക് കഴിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഗമ കാണിക്കുക. ഡി ഷട്ട് അപ്പ്. ഹലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി തരണോന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചോ? ചോദിക്കാൻ വാങ്ങിച്ചു തന്നല്ലോ. മനസ്സിലായില്ലേ? ഈ ട്രീറ്റ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാ. ഇവര് കമ്പൽ ചെയ്തോണ്ട് ഇവർക്ക് ആദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. വേറൊന്നല്ല, ഇന്നലെ നിങ്ങൾ ആളെ വിട്ട് തല്ലിച്ചപ്പോ എന്റെ ബൈക്ക് പോയപ്പോ എന്റെ ചേട്ടൻ ഒരു കാർ മേടിച്ചു തന്നു. ശരിക്കും ഈ കാർ മേടിച്ചു തരാൻ ഒരു കാരണം നിങ്ങളാണല്ലോ. അതുകൊണ്ട് ഒരു ട്രീറ്റ് തരാന്ന് വിചാരിച്ചു. പ്രതീക്ഷിച്ച പോലെ തന്നെ നിങ്ങൾ ഇവിടെ വരികയും ചെയ്തു. ദാറ്റ്സ് ഓൾ. കണ്ടാ തോന്നത്തില്ല, ഇവന്റെ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ട്രീറ്റ് എന്തിനാന്ന്. എടി മതി, എഴുന്നേറ്റ് വാ. ബേരാ, ബില്ല് കൊണ്ടുവാ. ബില്ലെല്ലാം പേ ചെയ്തു മാഡം. ആര്? ഈ സാർ. അയ്യോ ഞാനല്ലേ ഇവനാ കൊടുത്തത്. അയ്യോ ഞാനല്ലെന്ന് പറഞ്ഞില്ലേ. ഹലോ മാഡം, അതെന്റെ കാറാ. ഇപ്പൊ ട്രീറ്റ് കിട്ടിയില്ലേ? അത് ഈ കാറിന്റെ പേരില്ല. കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ? സോറി. കാർ ആരുടെ എന്താന്ന് നോക്കാണ്ട് വന്ന ഉടനെയാണ് കേറുവാണ്. ആഹാ, എന്താണത്? എന്താ ബ്രേക്ക് കൂട്ടിയോ? അതല്ലടാ, കാശ്. കാശോ? ഹലോ, നിങ്ങൾ കഴിച്ച ആഹാരത്തിന്റെ പൈസയും കൂടി ഉണ്ട് അതില്. ബാക്കിയുണ്ടെങ്കിൽ പുതിയ കാറിന് പെട്രോൾ അടിച്ചോ. എന്താ പോരെങ്കിൽ ചോദിച്ചോ. എടാ, അവളുടെ ഈ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെട്ടില്ല. നമ്മൾ അവക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയപ്പോ അവള് നമുക്കിട്ട് പണിതിട്ട് പോയി കണ്ടില്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ വണ്ടി കയറാ. ശരിടാ. എന്താ സൂര്യത്, മാജിന്റെ വില എന്താന്ന് ചോദിക്കാതെ പോലും പാക്ക് ചെയ്യാൻ പറയും. എന്താമ്മേ, ചേട്ടന് വേണ്ടിയല്ലേ? വില നോക്കണോ എന്ന് വെച്ച്? ലജ്ജാവതിയേ നിന്റെ അങ്ങോട്ട് നോക്കി. കലക്ടർ പറഞ്ഞ ആളല്ലേ ഇത്? ശരിയാണല്ലോടാ, അവൻ തന്നെയാണല്ലോ ആള്. അന്ന് ഇവനെ അടിച്ചത് ശരിയായില്ലെന്ന് പറഞ്ഞ് കളക്ടർ ആകെ ഫീലിംഗിലായിരുന്നു, അറിയോ? അതുകൊണ്ട് ചിക്കലി കുറഞ്ഞു പോയി. ഇന്ന് ശരിക്ക് അടി കൊടുത്തു കഴിഞ്ഞാൽ ചിക്കലിങ് വരില്ലേ നമ്മുടെ കയ്യില്? എന്ത് പറയുന്നു? എങ്ങനെയാ ആശാനെ വെറുതെ അടിക്കുന്നത്? നീ മലയാള സിനിമ കണ്ടിട്ടില്ലേ? അതായത് ഒരു സുന്ദരി പെണ്ണിന്റെ കയ്യെ പിടിക്കുമ്പോൾ ഹീറോ ചാടിങ് വരും. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി അങ്ങ് ചെയ്യാം. ഉടനെ ഹീറോ വരുമല്ലോ, ബാക്കി പിന്നെ കാണാം. അമ്മയോടൊക്കെ ഞാൻ ഇപ്പൊ വരാം. ഇത് കൊള്ളാലേ, ഭംഗിയുണ്ടല്ലേ? ഏയ്, കൈന്ന് വിടടാ. അയ്യോ, കയ്യെ പിടിച്ച ഇത്രയും വലിയ അടിയാണെങ്കിൽ എന്തിനാ പെണ്ണിനെ ഉപദ്രവിക്കാൻ പോന്നെ? ചെറിയ പെണ്ണിനെ പിടിച്ചപ്പോ വലിയ പെണ്ണ് വന്നല്ലോ. ചേച്ചി അവക്ക്, എനിക്കല്ല. അളിയാ, പെണ്ണുങ്ങൾ പഠിക്കുന്നു, അവന് പഠിക്കുന്നു. നോക്കി നിൽക്കാതെ അടിക്കണ.
അവൾക്ക് വേണ്ടിയാണ് ഈ കാണിച്ചതൊക്കെ. എന്താന്ന് പോലും ചോദിക്കാതെ പോന്നു. മാമോനെ അവൾക്ക് വേണ്ടിയാണ് ഈ കാണിച്ചതൊക്കെ. എന്താന്ന് പോലും ചോദിക്കാതെ പോന്നു. മോനെ രഘു, ഓടി വന്നേ. ഇത് കണ്ടോ, നിന്റെ ചിറ്റപ്പന്റെ പണി കണ്ടില്ലേ? ഹായ്, പേപ്പറിൽ എന്റെ ഫോട്ടോ. താങ്ക്സ് ഫോർ ചിത്തപ്പ. ചേട്ടാ ചേട്ടാ ചേട്ടാ, കഥ തുറക്കേട്ടാ, കഥ തുറക്കേട്ടാ. എന്താടാ സൂരജ്? ചേട്ടാ, അച്ഛൻ ബാത്റൂമിനകത്തൊന്ന് വീണു. ചേട്ടാ വേഗം അങ്ങോട്ട് വാ. ചേട്ടാ വാ. എന്തു പറ്റി? എനിക്കറിയില്ല, വേഗം വാ. ഇന്ന് ചേട്ടന്റെ ബർത്ത്ഡേ അല്ലേ, ഒരു സർപ്രൈസ് ആയിട്ട് വിചാരിച്ചു. മോനെ രഘു, നിന്റെ അനിയൻ നിന്റെ പിറന്നാൾ കെങ്കേ മോട്ടല്ലേ ആഘോഷിക്കുന്നത്. വാ ചേട്ടാ, കേക്ക് മുറിക്കാം. മോൻ വന്ന് കേക്ക് മുറിക്കും. എടാ സൂരജ്, ചേട്ടനോട് വേഗം കേക്ക് മുറിക്കാൻ പറ. കാലത്തെ ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പ്. ഈ ഡ്രസ്സിലോ? ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? കളക്ടർ അന്നരിച്ച് കോട്ടും സൂട്ടിട്ട് മുറിക്കണം. എനിക്ക് എന്റെ രഘുവേട്ടൻ കേക്ക് മുറിക്കുന്ന കാണണം. ചേട്ടൻ ഇങ്ങോട്ട് വന്നേ. വാ. അച്ഛനോട് നീ കഴിക്കേ. ഇന്ന് അച്ഛാ. അമ്മ 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 അമ്മേ. ചേട്ടൻ അങ്ങോട്ട് മാറി നിന്ന്. അമ്മേ വാ തുറക്ക്. കൊടുക്ക്. അങ്ങനെ ഞാൻ കൊടുത്ത അമ്മ കഴിക്കില്ല. അച്ഛന് കൊടുക്ക. ഈ വാച്ചൊക്കെ എന്തിനാ? ഇത് ചേട്ടന് ഇഷ്ടപ്പെട്ടോ? ചെവിയിലൊന്ന് വെച്ച് നോക്കി. താങ്ക് യു. കൊടുക്കടാ, നോക്കി ഹാപ്പി ബർത്ത്ഡേ. മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ. എന്താ നോക്കി നിൽക്കുന്നത്? കൊടുക്ക് വേട്ടെ. ഏയ്, എന്താ തലയിലൊരു മുറിവ്? അത് വേറൊന്നുമല്ല മോനെ. അന്ന് നിനക്ക് വാച്ച് വാങ്ങാൻ പോയപ്പം ഒരു പെണ്ണിന്റെ അടുത്ത് 4 പേര് വഴക്കിട്ടു. എന്താ കാര്യം എന്ന് ചോദിക്കാൻ പോയപ്പോ അവനെ കയറി അടിച്ചു. അങ്ങനെ വഴക്ക് മൂത്തു. അപ്പൊ കിട്ടിയതാ. ആരാ നിന്നെ അടിച്ചത്? നമുക്ക് എന്തിനാ പ്രശ്നം? അല്ലേട്ടാ, ആ പെണ്ണിന് വേണ്ടി അമ്മ. ഇടം ഏതൊരു പെണ്ണിന് വേണ്ടി നീ എന്തിനാ വഴക്കിന് പോയത്? ഞാൻ പറയുന്ന കേക്ക്. ഈ നാട് പഴയതുപോലല്ല, ഒരുപാട് മാറിപ്പോയി. പ്ലീസ്. അല്ല,
നീ എന്ത് ഈ കാറിൽ? എനിക്ക് ചേട്ടനോടൊന്ന് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? വണ്ടി വിടാൻ പറ, അത് കഴിഞ്ഞ് സംസാരിക്കാം. ഡ്രൈവർ വണ്ടി എടുക്കും. എന്ത് സൂരജ് പറയേ? ഇന്നലെ ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി എന്തിനാ വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചില്ലേ? അത് ഏതെങ്കിലും ഒരു പെണ്ണല്ല, അവളാണ് എൻ്റെ പ്രിയ. ചേട്ടനും പറഞ്ഞാൽ അറിയും അവളെ. കോളേജ് ഫംഗ്ഷനിൽ ചേട്ടൻ ജഡ്ജായി വന്നപ്പോൾ പ്രൈസ് വാങ്ങിച്ച ആ കുട്ടിയില്ലേ, അവളാണ് ചേട്ടാ. ആണോ? അവളെ എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ചേട്ടൻ മനസ്സ് വയ്ക്കണം. അവളെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു ചേട്ടനോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ ഈ കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചേട്ടൻ ഒന്ന് കേൾക്കണം പ്ലീസ്. ഓക്കെ. ചേട്ടനെ ഞാൻ വിശ്വസിക്കുക. ചേട്ടൻ വേണം ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ. ഓക്കെ, താങ്ക്സ്. ഡ്രൈവർ, വണ്ടി ഒന്ന് നിർത്തുമോ? ഡ്രൈവർ. ഓക്കെ, ബൈ. കളക്ടർ സാർ, നിങ്ങളിവിടെ? ഹലോ. എന്താ സാർ ഇവിടെ? തന്നെ കാണാൻ വന്നതാ. എന്നെയോ? എന്തിന്? തന്നോട് ഒരു കാര്യം പറയണം. എനിക്കൊരു അനുജനുണ്ട്. അവൻ്റെ പേര് സൂരജ്. ഇന്റർ കോളേജ് ഫംഗ്ഷനിൽ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കാര്യം സംസാരിക്കാനാണ്. എങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞോളൂ സാർ, എന്താണെങ്കിലും പറഞ്ഞോളൂ. എൻ്റെ അനുജൻ സൂരജിന് തന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവനൊരു ഷൈ ടൈപ്പാ. അതുകൊണ്ടാണ് അവൻ്റെ മനസ്സിലുള്ളത് തന്നോട് തുറന്നു പറയാത്തത്. സൂരജ് ഈ കാസറ്റ് എൻ്റെ കൈ തന്നിട്ട് തനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ അവനൊരു കൂട്ടുകാരനെ പോലെയാ. താൻ മറ്റൊന്നും ചിന്തിക്കണ്ട. ഇതിലുള്ളതൊന്ന് കേട്ടിട്ട് എനിക്ക് വൈകിട്ട് 5 മണിക്ക് ഫോൺ ചെയ്യ്. ഓക്കെ? ആ ചേട്ടാ, എന്നോടൊന്ന് 5 മണിക്ക് വരാൻ പറഞ്ഞത്. നീ ഇരിക്കേ, പറയാം. എനിക്കോ? നിനക്കാ. സാർ, ഞാൻ പ്രിയ. സാറിനെ കണ്ടിട്ട് പോയതിനു ശേഷം ഭയങ്കര ടെൻഷൻ. എനിക്ക് തല ചുറ്റുന്ന പോലെ. എന്തു പറയണമെന്നറിയില്ല. പറഞ്ഞാ വിശ്വസിക്കില്ല. ആദ്യം കണ്ടപ്പോ തന്നെ സൂരജിന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീടൊന്ന് കാണുകയാണെങ്കിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ള അവസരം കിട്ടിയില്ല. എന്റെ മനസ്സിലുള്ളത് സാർ തന്നെ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ സൂരജിന്റെ മനസ്സിൽ ഞാനും ഉണ്ടെന്നറിഞ്ഞപ്പോ, അതുമാത്രമല്ല സാറും പറഞ്ഞപ്പോ ഇപ്പൊ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു മരുമകളായിട്ട് വരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നാ. അന്ന് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് ആ റൗഡികൾ എന്നെ ശല്യം ചെയ്തപ്പോ സൂരജ് അവരെ അടിച്ചു വീഴ്ത്തിയപ്പോഴാ എനിക്ക് മനസ്സിലായത് സൂരജിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അയ്യോ, അതോർക്കുമ്പോ എനിക്ക് എപ്പോഴും ടെൻഷൻ ആവുക. എന്റെ മനസ്സിലുള്ളത് ഞാൻ സാറിനോട് തുറന്നു പറഞ്ഞു. പക്ഷേ സൂരജിനോട് ഞാനിത് എങ്ങനെ പറയുമെന്ന് ഓർക്കുമ്പോഴാ എനിക്കറിയില്ല. ഐ ലവ് യു പ്രിയ. കളക്ടർ സർ, എന്താ ഈ പറയുന്നേ? സർ, സൂരജിനോട് പറയേണ്ട കാര്യോ പറഞ്ഞ നിങ്ങൾ എന്താ? ഞാൻ സൂരജാണ് പ്രിയേ. സൂരജ്?
ഇരിക്കു സൂരജ്. ചില സമയം എന്നോട് ആർക്കും സ്നേഹമുള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്താ ചേട്ടാ പറയുന്നേ? നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ടുപേരും എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഞാൻ അമ്മയോട് പോയി സംസാരിച്ചാലും അച്ഛനോട് പോയി സംസാരിച്ചാലും ബഹുമാനം തരുന്നതല്ലാതെ അവര് സ്നേഹം, അത് മൂത്ത മകനായത് കൊണ്ടാണോ അതോ കളക്ടർ ആയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല സൂരജ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഏട്ടാ. ഞാനെല്ലാം ഒരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. തമാശയല്ല. ബർത്ത്ഡേ കേക്ക് ഞാൻ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ അത് കഴിച്ചില്ല. പക്ഷെ നീ കൊടുത്തപ്പോൾ ദാറ്റ്സ് എ ഡിഫറൻസ്. നീ കൊച്ചുകുട്ടിയല്ലേ? ഒന്ന് ചുമ്മാ ഇരിക്കേട്ടാ. അമ്മയ്ക്ക് കേക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ പിന്നെ വായി വെച്ച് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് തിന്നാതിരിക്കാൻ പറ്റുമോ? ഞാൻ കുറച്ച് ഫോഴ്സ് ആയിട്ട് കൊടുത്തു. ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്തില്ല, അതുകൊണ്ടാ. പിന്നെ ഇത് സ്നേഹവും തമ്മിൽ എന്താ ബന്ധം? നിനക്ക് മനസ്സിലാവില്ല സു. വെറുതെ കൺഫ്യൂഷൻ ആക്കാതെ ഏട്ടാ. ഇല്ല ഇല്ല, ഞാൻ കൺഫ്യൂഷൻ ആക്കിയതല്ല. എനിക്ക് മനസ്സിലായി ഈ സ്നേഹവും ബന്ധവും എല്ലാം അഭിനയമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സൂരജ്. സോ ഒന്ന് ചുമ്മാ ഇരിക്കണ്ടേ ഏട്ടാ. ഞാനിപ്പോൾ വരാം. ആ കണ്ണാടിങ്ങത്താ. ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയ നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യാണല്ലേ? എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ പോലും നിൽക്കാതെ നീ പോവുകയാണല്ലേ? നിനക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി ഒരു 5 നിമിഷം നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. എന്നെക്കാൾ വലുത് നിനക്ക് ആ പെൺകുട്ടിയാണല്ലേ? പോയിക്കോ. ഞാനൊരു കളക്ടറാണെന്നുള്ളത് പോലും മറന്ന് നിന്റെ പ്രേമത്തിന് ദൂത് പോയവനാ ആ എന്നോട് നീ. പ്ലീസ് അനങ്ങാതെ സാർ. ഞാൻ അനങ്ങുന്നില്ല. പെറ്റ അമ്മയും അച്ഛനും അനങ്ങുന്നില്ല. ഞാൻ അവരുടെ ആരുമല്ല. അവർക്ക് പാവനാവില്ലത്. ഞാനെന്താ ചെയ്തേ? ചെടിയായിരുന്നപ്പോൾ നന്നായി വെള്ളം ഒഴിച്ചു. മരമായപ്പോൾ വെട്ടിമുറിച്ചു അല്ലേ? അതാണ് ലോകമെങ്കിൽ കൊടുങ്കാറ്റിൽ പോലും ഈ മരാടില്ല. നിങ്ങൾ വിട്ട് മോളെ പ്രിയേ, നീ ഒരു സ്വർണ്ണക്കൊലുസ് ചോദിച്ചിരുന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. അതെ പ്രിയമോളെ, മോക്ക് വേണ്ടിയിട്ട് ചേട്ടൻ നാട് മുഴുവൻ നടന്ന് അല്ല കടയിൽ കയറി ചേട്ടൻ ഓർഡർ ചെയ്ത് മേടിച്ചോണ്ട് വന്നതാ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സോ ക്യൂട്ട്. നിനക്ക് ഇഷ്ടമായോ മോളെ? വളരെ നന്നായിരിക്കുന്നു ഏട്ടാ. കാല് കാണിക്കും മോളെ, ഏട്ടൻ കെട്ടിത്തരാം. വേണ്ട ഏട്ടാ, കയ്യിൽ തന്നാ മതി. എന്താ മോളെ, ഞാൻ കെട്ടിത്തരാം. വേണ്ട ഏട്ടാ, ഇങ്ങ് തന്നേക്ക്, ഞാൻ തന്നെ കെട്ടിക്കോളാം. തന്നേക്കേട്ടാ പ്ലീസ്. താങ്ക് യു. എന്നാ ആശാനെ വിഷമിച്ചിരിക്കുന്നേ? കുട്ടി വലുതായില്ലടാ, അതുകൊണ്ട് അവക്കൊരു നാണം. ഈ ആശാന്റെ ഒരു കാര്യം, എത്രയായാലും മുതിർന്നവരെ ബഹുമാനിക്കണ്ടേ ആശാനെ? അതുകൊണ്ടാ പ്രിയമോൾ എഴുന്നേറ്റ് പോയത്, അല്ലാതെ നാണിച്ചിട്ടൊന്നുമല്ല. നിന്റെ തലയിലും ആൾതാമസം തുടങ്ങി. ആശാന്റെ കൂടെ ആണല്ലോ ഞാൻ.
എന്താടാ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നേ? അവളോട് ആരും പോയില്ലേ? അച്ഛനെ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് തനിയെ കാർ എടുത്തോണ്ട് പോയി. എന്ത്? അവള് തനിച്ച് കാറെടുത്ത് പോയെന്നോ? ചെല്ലടാ, അവൾ എവിടെയാണെന്ന് നോക്കിയിട്ട് വാ. ചെല്ല്. ഹായ്. എന്താ ഇത്രയും താമസിച്ചത്? വാ പോവാം. മുകളിലുള്ള ടിക്കറ്റ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഒരുപാട് സമയമുണ്ട്. വന്നേ, ഒരു മിനിറ്റ്. ഹലോ ചേട്ടാ, ഞാൻ സൂരജാ. എന്ത് സൂരജ്? വേറൊന്നുമല്ല, ഞാനും പ്രിയയും കൂടി ടൗണിലൊരു സിനിമ കാണാൻ വന്നിരിക്കുക. പടം കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അമ്മ ചിലപ്പോൾ ഞാൻ വരുന്നതും കാത്തിരിക്കുന്നുണ്ടാവും. എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാനിപ്പിക്കണേ ഏട്ടാ. ശരി, ഓക്കെ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്. ആ തിയേറ്റർ ഓണർ ശശികുമാർ എന്നൊരാളുണ്ട്. അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആ ബോക്സിലുള്ള മൊത്തം ടിക്കറ്റ് നീ എടുത്തോളൂ. നീയും പ്രിയയും മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് നിനക്കും സേഫ്റ്റി, എനിക്കും സേഫ്റ്റി. ബോക്സ് ടിക്കറ്റ് കംപ്ലീറ്റ് നേരത്തെ വാങ്ങി. ഓ, ഐ സി. ഓക്കെ. ഹലോ. ഹലോ ഏട്ടാ. ഓ, പ്രിയ, സുഖല്ലേ മോളെ? ഫൈൻ. ഏട്ടന് സുഖല്ലേ? ഓ യാ, ഐ ആം ഫൈൻ. ആ പ്രിയ, നീ പടം കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പോകണം. കാരണം ഇത് നിന്റെ ചേട്ടനറിഞ്ഞ വലിയ പ്രശ്നമാവും. പറഞ്ഞത് മനസ്സിലായോ? ശരി ഏട്ടാ. ഓക്കെ, ബൈ. ടേക്ക് കെയർ. ഹലോ. ഹലോ, ശിവനല്ലേ? ആ, ശിവൻ തന്നെയാ. നിങ്ങളാരാ? നിങ്ങളുടെ അനുജത്തി പ്രിയ ഒരുത്തിനുമായി സിനിമയ്ക്ക് പോയിട്ടുണ്ട്, അറിയോ? ധൈര്യം ഉണ്ടെങ്കിൽ നേരെ വാടാ. ഇത് നേരിൽ വന്ന് പറയേണ്ട കാര്യമല്ല, നേരിൽ നീ പോയി കാണേണ്ട കാര്യമാണ്. എന്റെ അനിയത്തി എനിക്ക് നല്ലോണം അറിയാം. വേണ്ട, ടെൻഷൻ അടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നേരെ സ്കൈലൈൻ തിയേറ്ററിലേക്ക് പോ. ആ ബോക്സിലുള്ള എല്ലാ ടിക്കറ്റും അവർ വാങ്ങിയിട്ട് നിന്റെ അനുജത്തി ആ പയ്യനുമായി എന്താ ചെയ്യുന്നെന്ന് പോയെന്ന് കാണാം. ഈ പറയുന്ന സത്യമല്ലെങ്കിൽ നീ പിന്നെ കാണില്ല. കഴിഞ്ഞ ആഴ്ച നീ എനിക്ക് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്തില്ല. ഇന്ന് എനിക്ക് ഫുഡ് കഴിച്ചു.
ഹലോ 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 ഏട്ടാ ആരാ? ഹലോ ഏട്ടാ ഏട്ടാ ഞാൻ പ്രിയ സംസാരിക്കുന്നത്. ഓ പ്രിയ. ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറെ റൗഡികൾ ചേർന്ന് സൂരജിനെ അടിച്ചു വീഴ്ത്തി. ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലുണ്ട്, ഒന്ന് വേഗം വാ. ദാ വരുന്നു. ഇതെങ്ങനെ? അച്ഛാ ടെൻഷൻ അടിക്കണ്ട. പ്രിയ ഒന്ന് പുറത്തേക്ക് വാ. മോനെ സൂരജ്, മോനെ. നീ വീട്ടിലേക്ക് പോകും. സൂരജിനെ ഞങ്ങൾ നോക്കിക്കോളാം. അതെന്താ? ഇപ്പൊ വന്നില്ലേ, അതാണ് ഞങ്ങളുടെ അച്ഛൻ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടണ്ട. നീ വീട്ടിലേക്ക് പോയിക്കോ പ്ലീസ്. രഘു, ആരാ ഇത് ചെയ്തത്? ബഹളം വെക്കാതെ. ചിന്താതിരിപ്പെട്ട ശിവൻ. അതെ, ആ റൗഡി. ഇപ്പൊ പോയില്ലേ ഒരു പെണ്ണ്? ആ പെണ്ണ് അവന്റെ അനുജത്തിയാ. നമ്മുടെ സൂരജ് അവളുമായി പ്രേമത്തിലാ. അവൻ റൗഡികൾ വിട്ട് ജയിച്ചതാ. അതെന്റെ അടുത്ത് പറയായിരുന്നല്ലോ. അവൻ എന്തിനാ ഇത് ചെയ്തത്? റാസ്കൽ. അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. പട്ടിയെ തരുന്നവരാ തല്ലിയതും. വിവരം കെട്ടവൻ. എടാ, നീ വലിയ ആളല്ലേ? എന്റെ മകൻ നിന്റെ അനിയത്തെ പ്രേമിച്ചെങ്കിൽ അത് എന്നോട് പറയണമായിരുന്നു. അല്ല നിന്നെ തല്ലി ചതയ്ക്കല്ലോ വേണ്ടത്. അച്ഛൻ വേണ്ട വേണ്ട അച്ഛാ. ശിവ, നീ നിന്റെ അനിയത്തി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ ഞാനും എന്റെ അനിയെ സ്നേഹിക്കുന്നു. അച്ഛൻ പ്ലീസ്, അയാൾ സംസാരിക്കട്ടെ. സാർ, സ്വന്തം അനിയത്തെ ആരെങ്കിലും സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞാൽ ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടാവില്ലേ? അതുപോലെ തന്നെ ഞാനും. എന്നാ കെട്ടാൻ പോകുന്നവൻ്റെ കുടുംബത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ അച്ഛനൊരു AC, ചേട്ടൻ കളക്ടർ, സ്നേഹിക്കുന്നവൻ ഒരു ഡോക്ടറാണെന്നും കൂടി അറിഞ്ഞപ്പോൾ അന്തസ്സുള്ളൊരു കുടുംബം, ഇതുപോലെ നല്ലൊരു ബന്ധം, നല്ലൊരു ജീവിതം എൻ്റെ അനുജത്തിക്ക് എനിക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ കഴിയില്ല സർ. അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളോട് വന്ന് സമ്മതം പറയാനിരുന്നതാ. അത് നോക്ക് സർ, എൻ്റെ ഒരേ ഒരു പെങ്ങളാണ് സത്യം. എൻ്റെ അനുജത്തെ കല്യാണം കഴിക്കാൻ പോകുന്നവനെ ഞാൻ എന്തിനാണ് സർ അടിക്കുന്നത്? ശരി, വിട്ടേക്ക്. അച്ഛനെന്ത് ദേഷ്യം കൊണ്ട് പറഞ്ഞതാ, കാര്യമായിട്ട് എടുക്കണ്ട. ശിവ, ഒരു നല്ല നേരം നോക്കി വീട്ടിലേക്ക് വാ. നമുക്ക് സംസാരിച്ചൊരു തീരുമാനം എടുക്കാം. ആയിക്കോട്ടെ. എന്താന്ന് ഒരു വല്ലായ്മ പോലെ? ഒന്നും മനസ്സിലാകുന്നില്ല മീനാക്ഷി. എൻ്റെ ഇത്രയും നാളത്തെ സർവീസിൽ ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്തത് നമ്മുടെ വീട്ടിൽ നടന്നിരിക്കുന്നു. അതും സൂരജിൻ്റെ കാര്യം. ആരാ അവനെ അടിച്ചത്? ഞാനൊരു സിൻസിയർ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് എന്നോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും അവനെ അടിച്ചത്? അതോ രഘു ഒരു സിൻസിയർ കളക്ടർ ആയതുകൊണ്ട് അവനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും സൂരജിനെ അടിച്ചതാണോ എന്നറിയില്ല. ആരാ ചെയ്തതെന്നറിയില്ല. നീ അത് ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇന്ന് എത്രയാ തീയതി? അയ്യോ ചേട്ടാ, ഞാൻ മറന്നുപോയിട്ടാ. അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ഡേ അല്ലേ? എന്താ ചെയ്യണ്ടേ? അടിച്ചു പൊളിക്കണം. എങ്ങനെ? എല്ലാ പ്രാവശ്യത്തെയും പോലെ എവിടെയെങ്കിലുമൊക്കെ പോകണം. എവിടെ? കൊടൈക്കനാൽ. ഗുഡ്, ഉടനെ പുറപ്പെടാം. ഓക്കെ ഓക്കെ. ആരാത്? വാസന വാസന വാ മോളെ. ഏയ് സൂരജ്, പ്രിയ വന്നിരിക്കുന്നു. നീ ഇരിക്കേ, വീട്ടിലേക്ക് വരാൻ നീ പറഞ്ഞു. ചേട്ടാ അങ്ങനെയൊന്നുമില്ല, വെഡിങ് ആനിവേഴ്സറി ഞാൻ പറഞ്ഞിരുന്നു, അത് ഓർത്തിട്ട് വന്നതായിരിക്കും അവള്. സൂരജ്, നിന്നെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാം പറയരുത്. പോയേട്ടാ അവിടുന്ന്. എന്തായാലും വീട്ടിലേക്ക് വന്നതല്ലേ, അച്ഛനോടും അമ്മയോടും പറഞ്ഞ് നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി. എന്താ ചേട്ടാ മനുഷ്യനെ സൂരജ്, സൂരജ്, ഏയ് ഹലോ, വരൂ വരൂ, ഇരിക്കൂ. ഹലോ സാർ. ശരി, ഞാനിപ്പോ വരാം. പയ്യനെന്താ എന്നോടൊരു ബഹുമാനം കാണിക്കാതെ ഇങ്ങനെ പോന്നെ? ആശാനെ, അമ്മ പ്രിയ അവളുടെ ചേട്ടന്റെ കൂടെ നിങ്ങളെ രണ്ടുപേരും വിഷയം വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നെന്നോ? അച്ഛനോട് പറഞ്ഞില്ലേ? അമ്മയെന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോവാ. എല്ലാത്തിനും ഞാൻ വേണം. വയസ്സായില്ലേ? ഇനി എന്തിനാ നരച്ച മുടിക്ക് പെയിന്റ് പഠിച്ചോണ്ടിരിക്കുന്നത്? ഒന്ന് രണ്ട് നരച്ച മുടി കണ്ടു, അതും കറപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. അതുപോട്ടെ, ഇന്നെന്താ എത്ര വിശേഷം? അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമല്ലേ? ആഹാ, നിനക്ക് നല്ല ഓർമ്മയാണല്ലോ. അതിന് ആശംസ പറയാൻ വേണ്ടി നിങ്ങളുടെ മരുമോള് വന്നിരിക്കുക. മരുമോളോ?
താഴെ. ഓ, എല്ലാവരും അറിഞ്ഞോണ്ടുള്ള തീരുമാനം അല്ലേ? ശരി ശരി, നീ ഇവർക്ക് കാപ്പി കൊടുക്ക്. ഞാൻ 2 മിനിറ്റ് കൊണ്ട് കുളിച്ചിട്ട് വരാം. അയ്യോ. നമസ്കാരം. നമസ്കാരം ശിവ, ഇരിക്കെ. ചേട്ടാ നമസ്കാരം ചേട്ടാ. ആ നമസ്കാരം. അല്ല, ഇത് ആരൊക്കെയാ? നമസ്കാരം നമസ്കാരം. ഓ, എന്നാ പിടിക്ക്. എത്രയും വേഗം മോള് മരുമോളായിട്ട് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ, എല്ലാവർക്കും കാപ്പി എടുക്കടി. അല്ല, സാർ പറയുന്നത് കേട്ടിട്ട് സന്തോഷമുണ്ട്. എന്നാലും ഒരു റൗഡിയുടെ വീട്ടിൽ നിന്ന് ബന്ധം. ഇങ്ങേർക്ക് വേറെ പണിയൊന്നുമില്ല, ഉള്ള മാനം ഇയാൾ കളയും. ശിവ, കുടുംബം എന്ന് പറയുന്നത് ഒരു കോവിൽ പോലെ. ആ കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്യുമെന്ന് വിചാരിച്ച് കുടുംബം തകർന്നു പോവില്ല ശിവ. എനിക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും ഇഷ്ടമല്ല. സൂരജിന് പ്രിയെ ഇഷ്ടപ്പെട്ടു, പ്രിയെ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. പ്രിയെ ഈ വീട്ടിൽ മരുമകളായിട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൂ. പക്ഷേ ഒന്നുമില്ല, കല്യാണപ്രായം കഴിഞ്ഞ ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കല്യാണം കഴിച്ചാൽ അത്. ഒന്നിങ്ങോട്ട് വന്നേ. അച്ഛാ, ഇപ്പൊ എൻ്റെ കല്യാണത്തിന് എന്താ അത്ര ധൃതി? സൂരജ് പ്രിയെ ജീവനക്കാലം ഉപരി സ്നേഹിക്കുന്നില്ലേ? അവർ കല്യാണം കഴിക്കുന്നതിൽ എന്താ തെറ്റ്? നീ എന്തായി പറയുന്നത്? ചേട്ടൻ നിൽക്കുമ്പോൾ അനിയൻ കല്യാണം കഴിച്ച നാളെ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരങ്ങനെ പലതും പറയും. എനിക്കെൻ്റെ അനുജൻ്റെ കല്യാണമാണ് മുഖ്യം. അത് എത്രയും വേഗം നടത്തുന്നുവോ അത്രയും നല്ലതാണ് നമുക്ക്. നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന നിങ്ങളുടെ മകന് കല്യാണം വേണ്ടെന്ന് അഭിനയിക്കുന്നു. എന്താ ആലോചിക്കുന്നത്? അല്ല, ഒന്നാലോചിച്ചാ നീ പറഞ്ഞത് ശരിയാ. വാ, നമുക്ക് സംസാരിക്കാം. അല്ല ശിവ, സൂരജിന്റെ പഠിത്തം ഈ വർഷം തീരാൻ പോവാ. പഠിത്തം കഴിഞ്ഞിട്ട് കല്യാണം നടത്താം, അതിനു മുമ്പ് നിശ്ചയം നടത്തിയേക്കാന്നാണ് ഇവൻ പറയുന്നത്. ശിവ സാറേ, ഞങ്ങൾ കൊടൈക്കനാലിൽ പോയിട്ട് വന്നിട്ട് വിവാഹ നിശ്ചയം നടത്താം. അതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും ശരിയായിക്കോട്ടെ. സാറേ, നിങ്ങൾ കണ്ടോ, നിശ്ചയം ഞങ്ങൾ കല്യാണം പോലെ അടിച്ചു പൊളിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പെണ്ണ് നല്ല സുന്ദരിയാണല്ലേ? നിന്നെ പോലെ തന്നെ. എന്റെ അച്ഛൻ മതി, നമുക്ക് കൊടൈക്കനാലിലേക്ക് പോണ്ടേ? വാ വാ. ഒരു കുട്ടിക്കും മറ്റൊരു കുട്ടിക്കും ഇടയിൽ ചെറിയൊരു ഡിസ്റ്റൻസാ വേണ്ടത്. എന്നാൽ ഇവർക്കിടയിൽ വലിയ ഡിസ്റ്റൻസാ ഉള്ളത് അല്ലേ? വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി കൊടൈക്കനാലിൽ വന്നപ്പോൾ നീ എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ഏയ്, ഒന്ന് ചിരിക്കേ. അങ്ങനെ വീട്ടിലാണെങ്കിൽ മുറി കയറി കഥ അടച്ചിരിക്കും. ഇവിടെ വന്നാലെങ്കിലും അവനൊന്ന് ചിരിച്ചുകൂടെ? കുട്ടികൾ വളരും തോറും ചെറിയൊരു അകലമൊക്കെ വരും. ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം എന്താ? ആ, എ, ഊ എന്നൊക്കെ ആയിരിക്കും. എന്താ ചേട്ടത്? നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതിനാ? അടിച്ചു പൊളിക്കാൻ വേണ്ടിയല്ലേ? എന്നിട്ടിപ്പോൾ ചേട്ടൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് വന്നത് എങ്ങനെയാ? അമ്മയ്ക്ക് അച്ഛൻ എന്ത് വിഷമമുണ്ടെന്നറിയോ? അല്ല, ഞാനൊരു സിഗരറ്റ് വലിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഈ വ്യൂ കണ്ടപ്പോൾ ഉടനെ അങ്ങ് നിന്നുപോയി. നല്ല ഭംഗിയുണ്ടല്ലേ? ഈ സ്ഥലം കാണുമ്പോൾ പ്രിയെ ഓർത്തു പോവാ. പ്രിയെ ഞാനും കൂടി ഹണിമൂണിന് ഇവിടെ വന്ന് ഒരു 10 ദിവസമെങ്കിലും സന്തോഷമായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് ഓർത്തു പോവാ. നീ സന്തോഷമായിട്ടിരിക്കണം. ലൈഫ് മുഴുവൻ ഹാപ്പി ആയിരിക്കണം. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. നൈസ് പ്ലേസ്. എന്തുമാത്രം ചിരിച്ചും കളിച്ചും നടന്നവന് നമ്മളെയൊക്കെ വിട്ടു പോകാൻ വേണ്ടിയായിരുന്നു അങ്ങനെ കാണിച്ചത്. സൂരജിനോട് രഘു എന്ത് സ്നേഹം കാണിച്ചിരുന്നു. ബൈക്കിൽ താഴെ വീണാമന് പരിക്കേറ്റ ഉടനെ കാറ് വാങ്ങിക്കൊടുക്കുകയും ചെയ്തില്ലേ? 10 വർഷത്തിന് ശേഷമാണ് ഈശ്വരൻ ഇതുപോലൊരു കുഞ്ഞിനെ നമുക്ക് തന്നത്. അതേ ഈശ്വരനാ
ഇത്രയും നാളും അവനോടൊപ്പം ജീവിക്കാനും അനുവദിച്ചത്. ഇപ്പോ തന്നവൻ തന്നെ വിളിച്ചോണ്ട് പോയില്ലേ? നമ്മുടെ കൺമുമ്പിൽ തന്നെ അവൻ പോവുകയും ചെയ്തു. അച്ഛാ, മോനെ രഘു, നാളെ കമ്മീഷണർ നിന്നെ ചോദ്യം ചെയ്യും. സൂരജിൻ്റെ ചേട്ടനെന്ന നിലയിൽ കൊടൈക്കനാലിൽ എന്ത് നടന്നോ, നീ എന്ത് കണ്ടോ, അതെല്ലാം അദ്ദേഹത്തിനോട് പറയണം. ഓക്കെ. ആ. വളരെ പ്രശസ്തനായ ഒരു കവിയുടെ ഒരു കവിത ഞാൻ വായിച്ചു. ഏത് കവിത? അണുവണുവായി പ്രകൃതിയിൽ ലയിച്ചതിന് ശേഷം പ്രണയം. നല്ലൊരു ഉദാഹരണമല്ലേ? എങ്ങനെയുണ്ട് സൂരജ്? പ്രിയ, ഈ കവിതയിൽ ചെറിയ ചേഞ്ച് വരുത്തി ചൊല്ലട്ടെ. ചൊല്ലിക്കോ. ഒരണുവായി ജീവിക്കാൻ തീരുമാനമെടുത്തതിന് ശേഷം സ്നേഹം തീരാത്ത വിധി. എങ്ങനെയുണ്ട്? ഹേയ്, ഫാന്റാസ്റ്റിക്. ഈ വാക്കുകൾ കവിതയ്ക്ക് ചേരും, പക്ഷെ സ്നേഹത്തിന് എൻ്റെ ആഗ്രഹം നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കണം. ലോകത്തിൻ്റെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്കിൽ 100 വട്ടം ഭാര്യ ഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കണം. ഇതാ എൻ്റെ ആഗ്രഹം. ഐ എം വെരി ലക്കി ഗേൾ. പറയണം സാർ, അവിടെ എന്താണ് നടന്നത്? ആരൊക്കെയാണ് അവിടെ വന്നത്? അവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരെ നിങ്ങൾ കണ്ട തിരിച്ചറിയാൻ കഴിയുമോ സാർ? ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? അവിടെ താങ്കൾ ഒഴിച്ച് മറ്റാരും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങേ വിളിച്ച് ചോദ്യം ചെയ്യേണ്ടി വന്നത്. സോറി സാർ. നോ 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 നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടിയല്ലേ ചെയ്യുന്നത്. നോ പ്രോബ്ലം. അവിടെ എന്താ നടന്നതെന്ന് ഞാൻ നിങ്ങളോട് വിവരിച്ച് പറയാം. സൂരജിന് കോളേജിൽ ആരെങ്കിലും ശത്രുക്കളുണ്ടോ? അതോ ഇലക്ഷൻ സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും അടിപിടി ഉണ്ടാക്കിയോ? ഇല്ലെങ്കിൽ ഞങ്ങളോടല്ലാതെ മറ്റാരോടും അവൻ ഈ കോളേജിൽ സംസാരിക്കില്ല. അവൻ വളരെ സൈലന്റ് ആയിരുന്നു. ഇവിടെ മാത്രമല്ലെങ്കിൽ ഈ ലോകത്ത് എങ്ങും അവന് ശത്രുക്കളില്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ പറ മോനെ, എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അത് മറയ്ക്കാതെ പറ. തൻ്റെ അനിയത്തി ഒന്ന് നോക്കിയതിൻ്റെ പേരിൽ 10 പേരെ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതാ പാലാരിവട്ടം ശിവൻ. പക്ഷേ സൂരജ് പ്രിയയെ പ്രേമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും എതിർക്കാതെ പച്ചക്കൊടി കാണിച്ചു അങ്കിൾ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരുപക്ഷേ സമ്മതിക്കുന്ന പോലെ അയാൾ അഭിനയിച്ച് അവനെ കൊന്നതായിരിക്കൂ.
പ്രിയ, നല്ല ഡാൻസ് ആയിരുന്നു മോളെ. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഏട്ടാ, നാട്ടുകാർക്ക് ചിലപ്പോൾ ഏട്ടൻ്റെ ജന്മദിനം എന്നാണെന്ന് അറിയില്ലായിരിക്കാം. എന്നാൽ കൂടെ പിറന്ന അനിയത്തിക്ക് അത് ഓർമ്മയില്ലാതിരിക്കും ഏട്ടാ. ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയാ ഏട്ടൻ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടാ. എൻ്റെ സന്തോഷം ആഗ്രഹിച്ച ഏട്ടനും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാനും കരുതി. അതാ ഞാനും കൂടെ ചേർന്നത്. അതുമാത്രമല്ല, എൻ്റെ സൂരജ് എൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നിയേട്ടാ. വേണ്ട ഏട്ടാ, ഇനി നമുക്ക് ഇതുപോലൊരു ഫംഗ്ഷൻ വേണ്ട ഏട്ടാ. എൻ്റെ സൂരജിനെ എനിക്കൊരിക്കലും മറക്കാനേ പറ്റില്ല ഏട്ടാ. ഹലോ, എന്താ മോളെ, ചേട്ടനും അനിയത്തിയോടെ ചേർന്ന് നല്ല പോലെ പ്ലാൻ ചെയ്ത് എൻ്റെ മകനെ കൊന്നിട്ട് ഇപ്പം പാട്ടും കൂത്തുമായിട്ട് സന്തോഷിച്ചിരിക്കുകയാണല്ലേ? ചോദിക്കുമ്പോൾ സൂരജ് എനിക്ക് ജീവനാണെന്ന് പറയും. നല്ല രീതിയിൽ അഭിനയിച്ച് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയില്ലേ? മതി, നിർത്ത്. നിങ്ങള് ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സംശയിച്ചെങ്കിലല്ലേ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളെയും സംശയിക്കുന്നത്. എന്നെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ എന്റെ ചേട്ടനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടി പോരുത്. എനിക്ക് 3 മാസം പ്രായമുള്ളപ്പോ എന്നെ വിട്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു പോയതിനു ശേഷം എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും എല്ലാം എൻ്റെ ഏട്ടനാണ്. ആ ഏട്ടനെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്കൊരു അവകാശമില്ല. ഞാൻ സൂരജിനെ സ്നേഹിക്കുന്നു അറിഞ്ഞപ്പോ എൻ്റെ ഏട്ടൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പിന്നെ എന്തിനാ എൻ്റെ ഏട്ടൻ സൂരജിനെ കൊല്ലുന്നത്? നിങ്ങളുടെ മകനെ സ്നേഹിച്ചു പോയി എന്നൊരു തെറ്റിന് ഞങ്ങൾ വെറുതെ സംശയിക്കരുത്. എന്റെ സൂരജിന്റെ അച്ഛനും അവകാശമൊക്കെ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം. എന്നാ സൂരജിന്റെ ഓർമ്മകളുമായി ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഞാനാണ്. അച്ഛൻ ഭക്ഷണം കഴിച്ചോ? ആ, എനിക്ക് നല്ല വിശപ്പ്. വിളമ്പിത്താമേ. അമ്മേ, എന്താ പറ്റിയത് അമ്മയ്ക്ക്? വിളമ്പിത്താമേ. മോന് സാമ്പാറും കത്തിരിക്കത്തോനും ഒക്കെ ഇഷ്ടമാണല്ലേ? അമ്മ സൂരജ് മോനുണ്ടാക്കിയതാ. കഴിക്കേ, കഴിക്കും മോനെ. ഇത്രയും നാൾ എവിടെ പോയിരുന്നു? എന്റെ മോനില്ലെന്ന് ഞാൻ എന്ത് വിഷമിച്ചെന്നറിയോ? എന്താ സൂരജ്, കഴിക്കും മോനെ. കഴിക്കാൻ പറഞ്ഞില്ലേ? വേഗം കഴിക്കേ. മീനാക്ഷി, മീനാക്ഷി, എന്താ ഇത്? ഉറക്കഗുളി കഴിച്ചോണ്ട് നീ എന്തൊക്കെയായി പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ സൂരജ്, വേഗം കഴിക്കാൻ പറഞ്ഞില്ലേ? മീനാക്ഷി, ചെന്ന് കിടക്ക്. ചെല്ലമ്മേ, ചേച്ചി മോളിൽ കൊണ്ട് കിടത്ത്. രഘു, നീ എന്തോന്നും കഴിക്കാതെ കൈ എഴുതുന്നത്? വിശപ്പില്ല. പാവം, നിന്റെ അമ്മ സൂരജിൻ്റെ ഓർമ്മയിലാ. എനിക്കും അവനെ മറക്കാൻ കഴിയുന്നില്ല. ഞാൻ നിന്നെ കൊന്നു. ഇപ്പോൾ ഞാനൊരു കൊലപാതകയായി മാറി. എന്തിന്? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം എനിക്ക് മാത്രം കിട്ടാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ചെയ്ത്. യു അണ്ടർസ്റ്റാൻഡ്?
നീ മരിച്ചതിന് ശേഷവും വീണ്ടും നീ എന്താണ് എനിക്ക് മനസ്സമാധാനം തരാത്തത്? നിന്റെ ഓർമ്മകൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവരുത്. അവരിനി എന്നെ മാത്രം മകനായി കാണണം. അതാണ് ന്യായം. ചിരിക്കണ്ട. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും ഒരു ഭ്രാന്തനല്ല. നമുക്ക് രണ്ടുപേർക്കും ഒരേ രക്ത. അതുകൊണ്ട് നിനക്ക് എല്ലാം ഞാൻ വിട്ടു തന്നിട്ട് അനാഥനായി തീരാൻ പറ്റും. എനിക്കതിന് കഴിയില്ല. ഐ ആം സോറി. എനിക്കതിന് കഴിയില്ല. ഇവിടെ ആരുമില്ലേ? ഈ വീട്ടിൽ ആരുമില്ലേന്ന്? എല്ലാരും എവിടെ പോയതാ? എന്തു പറ്റി മോളെ? ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ ആരാ എടുത്തത്? ചോദിച്ചു കേട്ടില്ലേ? ഈ ഫോട്ടോ ആരാ എടുത്തതെന്ന്? എനിക്കൊന്നും അറിയില്ല മോളെ. നിനക്കറിയോ? എനിക്കും അറിയില്ല. അപ്പൊ നിങ്ങൾക്കോ? ഞാൻ കടയിൽ പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ ഇവിടെ ഒരു ബഹളം? എന്താ ഇവിടെ പ്രശ്നം? എനിക്കൊന്നും അറിയില്ല. പോ. എന്താ മോളെ? ഇവിടെ വെച്ചിരുന്ന ഫോട്ടോ എവിടെ പോയി? ഏത് ഫോട്ടോ? ഇവിടെ ഇരുന്ന സൂരജിന്റെ ഫോട്ടോ. നീ എന്താ ഈ പറയുന്നേ? മോടെ ചേട്ടൻ തന്നെ എടുത്തോണ്ട് പോയത്. ഏട്ടൻ എന്തിനാ സൂരജിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോന്നെ? എന്തിനാ എടുത്തോണ്ട് ചേട്ടൻ പോണെന്ന്? എന്തിനാ എടുത്തോണ്ട് പോയെ? ഇവിടെയൊക്കെ എടുത്തോണ്ട് പോയെ? ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും സൂര്യത്തിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോയത് മോടെ ചേട്ടനാ. ഏട്ടൻ ഇപ്പൊ എവിടെയുണ്ട്? ആ റൂമിലുണ്ട്. എക്സ്ക്യൂസ് മീ. മോളെ, ആശാന്റെ അടുത്ത് ഞാനാ പറഞ്ഞെന്ന് പറയരുതേ. അങ്ങനെ അറിഞ്ഞ എന്റെ കാര്യം പോക്കാണേ. ഇവിടുന്ന് മുങ്ങുന്ന നല്ലത്. നീ നോക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമല്ല മോളെ, എല്ലായിടത്തും സൂരജ് ഉണ്ടാവണം. അതിനാ ഏട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. പ്രിയമോളെ, നമ്മുടെ അലമാരിയിലുള്ള ആ വെള്ളി നിലവിളക്കില്ലേ, അതൊന്ന് എടുത്തു തന്നാട്ടെ. എന്തിന്? ഇന്ന് മോളെ പെണ്ണ് കാണാൻ ആൾക്കാർ വന്നിട്ടുണ്ട്. ഈ വീട്ടിലൊരു മംഗളകർമ്മ നടക്കാൻ പോവാ. അതിന് വേണ്ടിയാ നിലവിളക്ക് ചോദിച്ചത്. എന്താ പറഞ്ഞേ? പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെന്നോ? പോകല്ലേ മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്താ മോളെ, ബാഗ് വെക്കട്ടെ? എങ്ങോട്ടാ? സാറേ, ശിവൻ ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി കല്യാണാലോചന നടത്തുക. അത് കണ്ടപ്പോ ദേഷ്യം വന്നിട്ട് ഇറങ്ങി പോകുന്നതാ. ഞാൻ സൂരജിന്റെ അടുത്തേക്ക് പോവാ. സൂരജിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ജീവിച്ചോളാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിരിക്കുക. നല്ല നേരത്തെ സാറ് വന്നത്. മോളെ, എന്തോ എൻ്റെ ചേട്ടനാണ് എൻ്റെ അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം അവൻ തന്നെ നിനക്ക് വേറെ കല്യാണം ആലോചിക്കല്ലേ? എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സൂരജിനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ചെറുക്കൻ BA വരെ പഠിച്ചിട്ടുണ്ട്. നല്ല ശമ്പളമുണ്ട്. വീടും പുരയിടം ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല പഠിപ്പും സൗന്ദര്യമുള്ള പെണ്ണ് വേണമെന്നാ പറയുന്നത്. ഈ നാട്ടിൽ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടി നിന്റെ അനുജത്തി അല്ലാതെ വേറെ ആരെവിടെ ഉള്ളത്? ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ വളരെ സന്തോഷമേ ഉള്ളൂ. അയ്യോ, നിങ്ങൾ വന്നതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് നിങ്ങളോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അനുജത്തി ഒരു ചെക്കനെ സ്നേഹിച്ചിരുന്നു. പേര് സൂരജ്. ഞങ്ങളുടെയൊക്കെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവൻ മരിച്ചുപോയി. അതിനിപ്പോ എന്താ? ആ ചെറുക്കനിപ്പോ ഇല്ലല്ലോ. നല്ല ചെറുക്കനാ, നീ വിട്ട് കളയരുത് മോനെ. എനിക്കതേ പറയാനുള്ളൂ. അതെ, എന്റെ ആശാന്റെ മനസ്സിന് എന്ത് വിഷമമുണ്ടെന്നറിയോ? ഇതൊന്നും അറിയാതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ഇക്കാര്യം ഞാനല്ല തീരുമാനിക്കേണ്ടത്. എനിക്ക് ഒരേ ഒരു അനുജത്തിയേ ഉള്ളൂ. അവളെനിക്ക് ജീവനാണ്. ഞാൻ ജീവിക്കുന്നത് തന്നെ അവൾക്ക് വേണ്ടിയാ. എൻ്റെ ജോലി എന്താ? ഞാനൊരു റൗഡിയാണ്, ഗുണ്ടാപ്പിരിവ് നടത്തുന്നവനാണ്. മരിച്ചുപോയ സൂരജിനെ എൻ്റെ അനുജത്തി ഇപ്പോഴും സ്നേഹിക്കുന്നു. എൻ്റെ വിഷമം ആർക്കും മനസ്സിലാവില്ല. നിങ്ങളിവിടെ വന്ന വിവരം പോലും പാവൻ്റെ അനുജത്തി അറിയാൻ പാടില്ല. ദയവ് ഇത് എല്ലാവരും ഒന്ന് പോണം. സാറിവിടെ? പ്രിയ, എന്താ മോളെ, നീ എവിടെ പോവാ? എന്നോട് ക്ഷമിക്കേട്ടാ.
ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. എത്ര വലിയ മനസ്സാ നിന്റേത്. നീ റൗഡിയല്ല മോനെ. ഹാപ്പി ബർത്ത്ഡേ അളിയ. താങ്ക് യുടാ. പിറന്നാൾ ആശംസകൾ. എൻ്റെ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ അളിയ. താങ്ക് യു. ഡാ, ഇന്ന് നിന്റെ പിറന്നാളല്ലേ, എന്താടാ ഒരു ഉഷാറില്ലാത്ത? ഒന്നുമില്ലടാ, ഓരോ പിറന്നാൾ വരുമ്പോഴും ആദ്യം അമ്പലത്തിൽ പോവും, അത് കഴിഞ്ഞ് സൂരജിൻ്റെ വീട്ടിലേക്ക് പോവും. എപ്പോഴും ആദ്യം അവനാടാ എനിക്ക് ഗിഫ്റ്റ് തരാറുള്ളത്. എന്നാൽ ഇന്ന് സൂരജും ഇല്ല, ഞാൻ അമ്പലത്തിലും പോയില്ലടാ. അളിയ, എല്ലാം മറക്കാൻ ശ്രമിക്കടാ. പറ്റില്ലടാ, പറ്റില്ല. എടാ ബാല, നീ ഓരോ ദിവസം വെള്ളം അടിക്കാൻ പോകണമെന്ന് പറയുമ്പോഴും ഞാൻ വേണ്ടാന്ന് പറയാറില്ലേ? ഇന്ന് നമുക്ക് വെള്ളം അടിക്കണം, എൻ്റെ ഒരു സന്തോഷത്തിനാടാ. ഇന്ന് നിന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നു അല്ലടാ? വാ. ആ ശിവ, ഞാൻ നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് കണ്ടതിൽ വളരെ സന്തോഷം. പറയൂ സർ, എന്താ കാര്യം? നാളെ ഞാൻ റിട്ടയർഡ് ആകുക. എന്താ, റിട്ടയർ ആവാൻ പോകുന്നോ? അപ്പോൾ സൂരജിൻ്റെ കേസ് എന്താ ഇത്? ഇത്രയും നാൾ ഞാൻ ഫാൻ്റെ കീഴെ കാലം നീട്ടിയിരിക്കണമെന്നാണോ വിചാരിച്ചേ? സംശയമുള്ള എല്ലാവരെയും പിടിച്ചുകൊണ്ട് ഒന്ന് അടിച്ചു പിടിച്ചു ഒക്കെ ഞാൻ നോക്കി, ഒരു തുമ്പും കിട്ടിയില്ല. കുറ്റവാളി ഇനിയും കിട്ടിയില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? ദേ, എന്തീ പറയുന്നേ? ആരോട് സംസാരിക്കുന്നെന്നറിയോ? അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നേ. എന്റെ അനുജത്തെ സ്നേഹിച്ചവൻ മരിച്ചുപോയ അന്ന് തന്നെ അതിന് കാരണമായവനെ കണ്ടുപിടിച്ചവന്റെ കൈയും കാലും തല്ലി ഓടിക്കേണ്ടതായിരുന്നു. അച്ഛൻ കമ്മീഷണറും ചേട്ടൻ കളക്ടറുമാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. എന്റെ അനുജത്തി അമ്പലത്തിൽ നിന്ന് കുങ്കുമപ്പെട്ട് തൊടാതെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ എന്റെ മനസ്സെന്തോരം വേദനിച്ചെന്ന് നിങ്ങൾക്ക് അറിയില്ല. കഴിയില്ല സർ, നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഉദ്യോഗം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കണ്ടില്ലേ, വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് മിണ്ടാ നിൽക്കുകയാണോ? എന്റെ അനുജത്തി ഒരു വലിയ വീട്ടിലേക്കാണല്ലോ ജീവിക്കാൻ പോകുന്നെന്ന് കരുതി കത്തിയും കടാരൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അത് ആവശ്യമായി. 24 മണിക്കൂറിനകം കുറ്റവാളി ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. വാമോളെ പോവാം. നിന്റെ മിഴിമൂന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബെല്ലേ ബെല്ലേ. ജയിലിൽ കൊണ്ടുവന്നിട്ട് അവന്റെ അഹങ്കാരം അടങ്ങിയിട്ടില്ല. താജ് ഹോട്ടലിൽ മലന്ന് കിടന്ന് പാട്ട് പാടുവല്ലേ ശാപം. എന്താടാ കളിയാക്ക? 19 പേരെ അടിച്ച് റെഡിയാക്കിയിട്ടാ ഞാൻ റെസ്റ്റ് എടുക്കാൻ ഇങ്ങോട്ട് വന്നത്. എടാ നീർക്കോലി, നീ എന്റെ അടുത്ത് അഭ്യാസം ഇറക്കുന്നു. നിന്നെ ഞാൻ വെള്ളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ഇൻസ്പെക്ടർ സുകുമാരൻ സാറേ, എന്തെങ്കിലും കഴിച്ചോ സാറേ? കഴിച്ചില്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു തരാന്ന്. എന്റെ പൊന്ന് സാറേ, ഇവനെ ദയവേത് വേറെ സെല്ലിലേക്ക് മാറ്റ്. ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യ. എന്തിനാ അടിക്കുന്നത്? നിങ്ങൾ 3 പേരും AC റിലീസ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഒറ്റക്കിരുന്ന് പാടിക്കോടാ. നമുക്ക് പോവാം. ആ അടച്ചോ അടച്ചോ, എന്നെ ഇറക്കാനും ആള് വരും. എന്താ നിനക്ക് വേറെ AC അറിയാവോ? ACയോ? ഇതൊക്കെ ലോക്കൽ നാടല്ലേ സാറേ. എന്റെ റെക്കമെൻഡേഷൻ ഹൈ അല്ലേ? നിങ്ങൾ ഡയൽ ചെയ്യേണ്ടത് 9840032213. എന്താ ആലോചിക്കുന്നത്? ഹൈടെക് നമ്പറാ, ഫാൻസി നമ്പർ. അതെ, നമ്മുടെ കളക്ടറിന്റെ നമ്പർ അല്ലേ. ഒരു കറക്ക്. സാർ, ഞാൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ശ്രീധറാണ് സംസാരിക്കുന്നത്. ഇവിടെ കനലെന്നും പറഞ്ഞ ഒരു റൗഡിയെ കൊണ്ടുവന്നിട്ടുണ്ട്. സാറിന്റെ സ്വന്തക്കാരനെന്ന് പറയുന്നു. കരളിന്റെ കരളേ, പുറത്തേക്ക് വാടാ. കളക്ടർ വന്നു. ഇനി MLA MP യുടെ റെക്കമെൻഡേഷൻ വേസ്റ്റ്. ഇനി നമുക്ക് അടുത്ത ജോലിയിലേക്ക് കടക്കണം. ഇനി തിരിച്ചിവിടെ വരുമ്പോ ഹൈ റെക്കമെൻഡേഷൻ വേണം പിടിക്കാൻ. ഞാൻ പറയുന്നത് ഈ നാടിന്റെ ചീഫ് മിനിസ്റ്റർ വീരപ്പനാകണമെന്നാ. ക്ഷമിക്കണം സാർ, ഒരു പെണ്ണിനെ ഞാനൊന്ന് ശല്യം ചെയ്തു. പോലീസുകാരെല്ലാം കൂടെ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ആവശ്യത്തിനൊക്കെയാ കളക്ടറെ വിളിക്കേണ്ടതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അല്ല സാറേ, അത് ACDC എന്നും പറഞ്ഞ എല്ലാരും പുറത്തു പോയി. എനിക്കറിയാവുന്ന നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? അകത്ത് ഞാൻ കിടക്കണമെന്നാണോ? സാറിനെ വിളിക്കാതിരിക്കാൻ പറ്റൂ? ഇനി എന്റെ സെല്ലിൽ വിളിച്ചു പോകരുത്. ഇനി വിളിക്കുകയല്ല.
നേരെ ഓഫീസിലോട്ട് ആയിരിക്കുമല്ലോ പോകുന്നല്ലേ. എന്തൊരു പോക്ക്. രക്ഷപ്പെട്ടേ രക്ഷപ്പെട്ടേ. കളക്ടർ എന്തിനാ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പോകുന്നത്? ഏട്ടാ, എന്താ മോളെ? ഇവനാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് സൂരജിനെ അടിച്ചത്. എന്താ പറഞ്ഞേ? അതേട്ടാ, ഇവൻ തന്നെയാ. ഇവനാണോ? അതേട്ടാ. ഇരിക്കേ. ഇക്കാലത്ത് പോലീസ് എന്ന് പറഞ്ഞാൽ അയോഗ്യൻ, ഫ്രാഡ്, തട്ടിപ്പുകാരൻ, ബലാത്സംഗ വീരൻ, അങ്ങനെ ചില തെറ്റായ അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ AC സേതു സാറിൻ്റെ പേര് പറഞ്ഞാൽ അയ്യോ അദ്ദേഹമോ നല്ല മനുഷ്യൻ, സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് എല്ലാവരും പറയാറ്. കാക്കിയുടുപ്പിന് മര്യാദയും ബഹുമാനവും ഉണ്ടാക്കി തന്നത് സേതു സാറാണ്. നമ്മളെ വിട്ട് സേതു സാർ റിട്ടയർ ചെയ്ത് പോകുന്നെന്ന് പറയുമ്പോൾ മനസ്സിന് വളരെ വിഷമമുണ്ട്. അദ്ദേഹം റിട്ടയർഡ് ചെയ്താലും അദ്ദേഹത്തിനെ പോലെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും സത്യസന്ധത പാലിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാനം കാത്തുകൊള്ളണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും, അതുമാത്രമല്ല സേതു സാറിൻ്റെ ഒഴിവുകാലം വളരെ സന്തോഷകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും വലിയൊരു യാത്രയപ്പ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഇത്രയും നാളത്തെ സർവീസ് കൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ റിട്ടയർഡ് ആകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരേ ഒരു വേദനയുണ്ട്. ഇതുവരെ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ കുറ്റവാളികളെ എങ്ങനെയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവർക്ക് ശിക്ഷയും വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ എൻ്റെ മോനെ ആരോ ഒരുത്തൻ കൊന്നുകളഞ്ഞു. ആര് കൊന്നു, എന്തിനു വേണ്ടി കൊന്നുവെന്നറിയാതെ ഇപ്പം ഞാൻ റിട്ടയർഡ് ആകുമെന്ന് ഓർത്തപ്പോൾ ഇത്രയും നാൾ വിട്ട ഈ കാക്കിക്കുപ്പായത്തിന് അർത്ഥമില്ലാതായി പോയില്ല എന്ന് ആലോചിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എനിക്ക് ആദരവോടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയതിന് ശേഷം എൻ്റെ മകൻ്റെ കുറ്റവാളിയെ കണ്ടുപിടിച്ച് അവന് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ എൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും. തീർച്ചയായും നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എനിക്കൊന്നും സാറിനൊരു ഫോണുണ്ട്. ഹലോ, ശിവനെന്തിനാ എന്നോട് ഫോൺ ചെയ്തിട്ട് വരാൻ പറഞ്ഞേ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് കണ്ടുപിടിക്കാൻ പറ്റാത്തത് ഈ റൗഡി കണ്ടുപിടിച്ചില്ലേ, അത് കാണിക്കാനാ. സൂരജിൻ്റെ കൊലയുമായി ബന്ധമുള്ളവനെ കാണിച്ചു തന്നാൽ നിങ്ങൾ ആക്ഷൻ എടുക്കുമോ? ആരായിരുന്നാലും ഒരു ദാക്ഷിണ്യമില്ല ഞാൻ ആക്ഷൻ എടുക്കും. അതൊരു ജഡ്ജി ആണെങ്കിലോ? തീർച്ചയായും. ഒരു പോലീസ് ഓഫീസറാണെങ്കിലോ? കഴുത്തിന് പിടിച്ച് കൊണ്ടുപോകും ഞാൻ. അതിലും അപ്പുറം ഒരു കളക്ടറാണെങ്കിൽ? ഒരു സാമൂഹ്യ ദ്രോഹിയാണെന്ന് പറഞ്ഞ് വലിച്ചഴിച്ചു കൊണ്ടുപോകും ഞാൻ. അങ്ങനെയാണെങ്കിൽ മൂത്ത മകൻ രഘുവിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോ. എന്താടാ പറഞ്ഞത്? ഇതാണ് റൗഡിയുടെ അടി. സൂരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടവനെ ഞാൻ വെറുതെ വിടില്ലെന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ തെളിവായത്. അയ്യോ അടിക്കല്ലേ, ഞാൻ എല്ലാം പറയാം. സത്യം പറയാം സാറേ, ഞാനൊരു റൗഡിയാ. കയ്യും കാലും വെട്ടുന്നത് തന്നെയാ ജോലി. കളക്ടർ സാറ് ഇയാളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവന്റെ കയ്യും കാലും ഒക്കെ തല്ലി ഒടിച്ച് അവൻ തളർന്നു കിടക്കുന്ന ഒരു വീഡിയോ അയച്ചു തരണമെന്ന് കളക്ടർ സാർ എന്നോട് പറഞ്ഞു. ഒരു കാസറ്റ് അല്ല, 3 കാസറ്റാ സാറേ കൊടുത്തത്. സാറേ, അയാളുടെ അനിയനെ അടിക്കാൻ പറഞ്ഞെന്ന് സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ. കൊല്ലാനുള്ള ധൈര്യവും എനിക്കില്ലായിരുന്നു. സാറിന് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഇന്നലെ ബാറിൽ ഒരു അടിപിടി നടന്നു. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ കളക്ടർ സാറ് നേരിട്ട് വന്ന് എന്നെ ഇറക്കുമായിരുന്നു സാറേ. സംശയം ഉണ്ടെങ്കിൽ സാറ് പോയി ചോദിച്ചു നോക്ക്. സിറ്റി കളക്ടർ രഘുരാമനോട് വന്നിട്ട് പോയോ? വന്നു സാർ. അദ്ദേഹം നേരിട്ട് വന്ന് കനലെന്ന റൗഡിയെ ജാമ്യത്തിലെടുത്തുകൊണ്ട് പോയി സാർ.
എന്താ ചേച്ചി ഇതൊക്കെ? സാറിന്ന് റിട്ടയർ ആയി വരുന്ന ദിവസമല്ലേ, കൺദൃഷ്ടി പോകാൻ വേണ്ടി ചെയ്യാം. എന്താ ഇതൊക്കെ? മാറി നിൽക്കേ, പോയി നോക്ക്. എന്താ നീ കാര്യം? എന്തു പറ്റി? രാമനാഥ, ചേച്ചിക്കൊരു തലകറക്കം, നീ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരണം. എൻ്റെ അച്ഛൻ സേതു IPS സർവീസിൽ നിന്ന് റിട്ടയർഡ് ആവുകയാണ്. അതിനുവേണ്ടി ഒരു പാർട്ടി വച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വരണം. ഓക്കെ സാർ. ഇതാ, നിങ്ങളും വരണം. ആ, നിങ്ങളും കുടുംബത്തോടൊപ്പം വരണം. ശരി സാർ. സാർ, എന്താ ഇത്? അറസ്റ്റ് വാറണ്ട്. കളക്ടർക്ക് അറസ്റ്റ് വാറണ്ടോ? അടിക്കന്നെ, അടിക്ക്. എന്താ ആലോചിക്കുന്നത്? ഞാൻ നിങ്ങളുടെ മകനായിട്ട് ഇത്രയും വർഷത്തിന് ശേഷവും നിങ്ങളുടെ ഈ കൈ എൻ്റെ ദേഹത്ത് പതിക്കുമ്പോഴും വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. അടിക്കന്നെ. സൂരജ് പിറക്കുന്നതിന് മുമ്പ് ഞാനായിരുന്നില്ലേ നിങ്ങളുടെ കൊച്ചുകുട്ടി? എനിക്ക് തിരിച്ചറിയാവുന്നതിന് മുമ്പ് ഞാൻ ബെഡിൽ കിടന്നുറങ്ങിയിട്ടില്ല അച്ഛാ. നിങ്ങളുടെ നെഞ്ചി കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. അവൻ ജനിച്ചതിന് ശേഷം അവനെ നിങ്ങൾ കൊഞ്ചിക്കാൻ തുടങ്ങി. ഞാൻ അനാഥനായി ഉറങ്ങിയിട്ടില്ല അച്ഛാ. എന്നിട്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? എന്നെ മനസ്സിലായില്ലല്ലേ? നിങ്ങളത് മനസ്സിലാക്കണമായിരുന്നു. ഇതല്ല ഞാൻ എങ്ങനെ നിങ്ങളോട് പ്രസവിച്ച അമ്മയ്ക്ക് പോലും എന്നെ മനസ്സിലായില്ല. എനിക്ക് മാത്രം കിട്ടേണ്ടിയിരുന്ന സ്നേഹം എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് വേറൊരുത്തിന് എങ്ങനെ കൊടുക്കാൻ കഴിയും? അതവന് കിട്ടാൻ പാടില്ല. അതിനവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. ജീവനോടെ ഉണ്ടാവരുത്. അതുകൊണ്ടാ എന്റെ അനുജൻ നിങ്ങൾക്ക് ജനിച്ച രണ്ടാമത്തെ കുട്ടിയെ ഞാൻ കൊന്നത്. ഞാൻ തന്നെ അവനെ കൊന്നേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യ്. 38 വർഷം സർവീസിലിരുന്ന് കുറ്റവാളികളെ പിടിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത് നിങ്ങൾ റിട്ടയർഡ് ആവാൻ പോകുന്ന ഈ സമയത്ത് എന്നെ പോലൊരു നിരപരാധിയെ പിടിച്ച്
അടിച്ച് കുറ്റവാളിയാക്കിയില്ലേ? ഇത്ര വർഷം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത പേരും പെരുമയും അഭിമാനവും എല്ലാം എടുത്ത് വലിച്ചു നിങ്ങൾ കുപ്പയിലേക്ക് ഇറങ്ങി പോകാൻ പോ. അടിക്കന്നെ, അടിക്കേ. ഏത് മകനെയാണോ നെഞ്ചിലും തോളിലും ഏറ്റുവെച്ച് വളർത്തിയത്, ആ മകനെ നായി അടിക്കുന്ന പോലെ അടിച്ചിട്ട് വന്നില്ലേ? 2 മക്കളെ ഞാൻ തന്നെയാണ് പ്രസവിച്ചത്. ഒരു മകൻ തെറ്റ് ചെയ്തു, മറ്റൊരു മകൻ പോയവൻ ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ഈ മകനെയെങ്കിലും എനിക്ക് ജീവനോട് തന്നുകൂടെ? നിങ്ങളൊരു ഉയർന്ന പോലീസ് അധികാരിയാണ്. ഉദ്യോഗത്തിലിരിക്കുമ്പോൾ മരിച്ചു പോയാൽ വാരം നോക്കി ഷൂട്ട് ചെയ്ത് ദേശീയ പതാക ഉയർത്തി സർക്കാർ ബഹുമാനത്തോടെ സംസ്കരിക്കുകയും ചെയ്യും. ഞാനൊരു സാധാരണ സ്ത്രീയാണെന്ന് ഒരു അമ്മയുടെ മൂത്ത മകൻ എന്ന നിലയ്ക്ക് എന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ എന്റെ മകൻ രഘുവിനെ എനിക്ക് വേണം. നിങ്ങളോടൊത്ത് ജീവിക്കാൻ തുടങ്ങിയത് മുതൽ എന്റെ ആഗ്രഹത്തിനായി ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഈ ഒരു ആഗ്രഹം സാധിച്ചു തരണം. ദയവ് ചെയ്ത് രഘുവിനെ തൂക്കിലേറ്റരുത്. ഞാൻ നിയമം ലംഘിക്കില്ല. നിയമത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കൂ എന്ന് വിചാരിച്ചെന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലും, നിങ്ങൾ കാരണം അവരെന്തെങ്കിലും അപകടം സംഭവിച്ചാലും നിങ്ങളുടെ മീനാക്ഷിയപ്പന് ജീവനോടെ കാണില്ല. നിന്റെ മനസ്സിലുള്ളതെല്ലാം നീ തുറന്നു പറഞ്ഞു. പക്ഷെ ഞാൻ മീനാക്ഷി, സൂരജ് അവന്റെ കൂടപ്പിറപ്പല്ലേ, സ്വന്തം അനിയൻ. അവനെ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ കഴിഞ്ഞില്ലേ? ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. എന്റെ ഹൃദയം ഓരോ ദിവസവും ഞാൻ കഠിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടുണ്ട് മോളെ. കത്തിക്ക് മോളെ. ഈ വീട് വിട്ട് വെളിയിൽ പോവാതെ ഞാൻ നിന്നെയും കാത്ത് ഇവിടെ ഇരിക്കുന്ന എന്തിനാണെന്നറിയാമോ മോളെ? ഇങ്ങനെ നീ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്റെ സൂരജിനെ കൊന്നവൻ അവന്റെ ചേട്ടനാന്ന് അറിഞ്ഞുടനെ അവനെ കത്തിക്കാതെ നീ തന്നെ ഇങ്ങനെ ചെയ്തത് അത് മണ്ടത്തരം. നീ ഒരു കഥ കേട്ടിരിക്കുമല്ലോ, കണ്ണകി എന്നൊരു പെണ്ണ് ഭർത്താവിനെ കൊന്നതിന് പകരമായി സ്വയം തീവച്ചില്ല, മധുരയ്ക്ക് തീവച്ചു. എന്തിനാണെന്നറിയോ? ഒരു നിരപരാധിയെ കൊന്നുകളഞ്ഞല്ലോ എന്നുള്ള വിഷമം കൊണ്ട്. ഒരു പോലീസുകാരന് നിയമം എങ്ങനെയൊക്കെ വളച്ചൊടിക്കണം നല്ലോണം അറിയാം. ആ AC കളക്ടർ നല്ലവനാണെന്ന് വാദിച്ച് അയാളെ പുറത്തു കൊണ്ടുവരും. അത് നടക്കാൻ പാടില്ല. ഞാൻ വിചാരിച്ച അവനെ തല അറുത്തുകൊണ്ടുവരും. പക്ഷേ അത് ഞാൻ ചെയ്യില്ല. അടി കിട്ടിയവർക്കാ മോളെ അടിയുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നിനക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ച് ആയുധം ഉപേക്ഷിച്ച് ഈ കൈകൾ കൊണ്ട് തന്നെ തോക്കെടുത്ത് നിന്റെ കയ്യിലേക്ക് തരേണ്ട അവസ്ഥയുണ്ടായി ഈ ഏട്ടന്. ജഡ്ജി എഴുതി വായിക്കാൻ പോകുന്നില്ലേ? അതല്ല മോളെ വിധി. നിന്റെ തോക്കിൽ നിന്നും ചീറിപ്പായുന്ന വെടികുണ്ടകൾ അവന്റെ നെഞ്ച് തകർക്കണം മോളെ. അതാണ് ശരിയായ വിധി. ഒരുപക്ഷെ നിന്റെ തോക്കിന്റെ മുമ്പിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടെന്ന് വെച്ചോ, പുറത്തു നിൽക്കുന്ന എന്റെ എല്ലാ ആൾക്കാരുടെ കയ്യിലും തോക്കുണ്ട്. അതിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ പറ്റില്ല. മിസ്റ്റർ രഘു, നിങ്ങളുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ സാധാരണ കുറ്റമല്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരിക്കാനുണ്ടോ? എന്റെ അനുജന് ഞാൻ കൊന്നിട്ടില്ല.
ഇവരാ എൻ്റെ അച്ഛനും അമ്മയും. അവർക്കൊരു കുഞ്ഞിന് വേണമെന്ന് പറഞ്ഞ് നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ച് നേർച്ച നടത്തി. അവർക്ക് ദൈവം കൊടുത്ത പിച്ച, ആ പിച്ചയാ ഞാൻ. അവർക്ക് മകനായിട്ട് ഞാൻ ജനിച്ചു. എനിക്ക് 10 വയസ്സ് തികയുന്നതുവരെ ഞാനായിരുന്നു അവർക്ക് സുഖവും സന്തോഷവും സമ്പാദ്യവും എല്ലാം. എനിക്കും അങ്ങനെയായിരുന്നു. അവരാണ് എൻ്റെ ലോകം. വേറെ ഒന്നും എനിക്കറിയില്ല. അവരെന്നോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യമാണ് എന്റെ സിരകളിലൂടെ ഓടുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് വേറൊരു കുട്ടി ജനിച്ചു. അതിനുശേഷം ഞാനെന്തോ എന്നെ ഏതോ ചവിറ്റുകുട്ടിയെന്നെടുത്ത് വളർത്തിയ പോലെ ഇവരെന്നെ ഒരു അനാഥനെ പോലെ കാണാൻ തുടങ്ങി. ഞാൻ എൻ്റെ അനിയനെ കൊന്നത് ഇപ്പോഴും ഒരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല യുവർ ഓണർ. അതിന് കാരണം ഇവർ തന്നെയാണ്. എനിക്ക് കിട്ടേണ്ട അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ലോകത്തിൽ ഇനി വേറെ ആർക്കും കിട്ടരുതെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവരെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ആ സ്നേഹമാണ് എൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പകയായി മാറിയത്. ഓരോ ദിവസവും ഞാൻ അതിനുള്ള അവസരവും കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവസാനം ആ മലയുടെ മുകളിൽ വച്ച എനിക്കതിന് സന്ദർഭം ലഭിച്ചത്. അത് ഞാൻ ഉപയോഗപ്പെടുത്തി. അപ്പോഴാ 20 വർഷത്തെ എൻ്റെ കോപം പതിയെ അണഞ്ഞത്. ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ അച്ഛനെന്നെ തൂക്കിലേറ്റണം. അതെൻ്റെ അമ്മയുടെ കൺമുമ്പിൽ വെച്ചായിരിക്കണം. അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം യുവർ ഓണർ. നിർത്തുന്നുണ്ടോ? എന്താണ് ഈ പറഞ്ഞത്? സാറേ, ഒരു കാര്യം എനിക്ക് അവനോട് സംസാരിക്കണം. എടാ, ഏതോ ചവറ്റുകൊട്ടിൽ നിന്നെടുത്ത മകനെ പോലെ നിന്നെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുവല്ലോ. നിനക്ക് അല്പം പോലും മനസാക്ഷിയുണ്ടോ? എന്താ പറഞ്ഞത്? അച്ഛൻ നിന്നെ തൂക്കിലേറ്റണം, അത് കണ്ട് എന്റെ അമ്മ നീറണമെന്ന്. അമ്മ എന്ന വാക്കിന്റെ അർത്ഥം നിനക്കറിയാമോടാ? ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ വേണ്ടി തന്നെത്താനും മെഴുകുതിരി പോലെ ഉരുകുന്നവളാണ് അമ്മ. ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയാൽ നിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു വരുന്നവളാ ഭാര്യ. പക്ഷെ മകൻ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും പുറകെ ഓടി വരുന്നവളാണ് അമ്മ. കാക്കയും കുരുവിയും പോലും പറക്കാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളെ വിട്ട് പറക്കാൻ അറിയാത്ത തന്റെ അവസാനത്തെ കുഞ്ഞിനാണ് ഇര നൽകുന്നത്. എടാ, നീ വളർന്നല്ലെന്ന് ഓർത്താണ് നിന്റെ അനിയനോട് ഞാൻ സ്നേഹം കാണിച്ചത്. അതുപോലും നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ വേണ്ടി. ഒരു അമ്മയ്ക്ക് എത്ര മക്കൾ വേണമെങ്കിലും ഉണ്ടാകാം, പക്ഷെ എല്ലാ മക്കളും ഒരുപോലാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞിന് പാല് കൊടുത്തിട്ട് മറ്റേ കുഞ്ഞിന് വെള്ളം കൊടുക്കൂടാ. എന്താടാ ഇത്? നിനക്കൊരു അമ്മയുടെ സ്ഥാനം എന്താണെന്ന് അറിയാതെ പോയല്ലോ. നീ പോടാ, പോടാ. എന്റെ വയറ്റിൽ കിടന്ന ആദ്യത്തെ കരുവാണ് നീ. ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാവോ? ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാലും നിനക്കത് മനസ്സിലാവും. അമ്മേ അമ്മേ അമ്മേ. യുവർ ഓണർ, എൻ്റെ പേര് സൂരജ്. എൻ്റെ ചേട്ടൻ എന്നെ കൊന്നു എന്നുള്ള പേരിലാണ് ഇവിടെ കേസ് നടക്കുന്നത്. ഏട്ടൻ എന്നെ കൊന്നിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടുമില്ല.
സൂരജ് സൂരജ് ഞാൻ പോരാമേ. അതെ സൂരജ്. എന്താ നടന്നതെന്ന് ഞാൻ പറയാം യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. എല്ലാ വർഷവും ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എങ്ങനെ ആഘോഷിക്കണമെന്ന് ഞാനും ഏട്ടനും കൂടെ തീരുമാനം എടുക്കാറ്. ഈ പ്രാവശ്യം കൊടൈക്കനാലിന് പോകാമെന്ന് ഞാനാ പറഞ്ഞത്. എൻ്റെ ഏട്ടൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ വെറും തമാശയായിട്ടേ കണ്ടുള്ളൂ. പക്ഷേ ഏട്ടൻ്റെ മനസ്സിൽ എന്നോട് കഴിഞ്ഞ 20 വർഷമായിട്ട് ദേഷ്യവും പകയാണെന്ന് എന്നെ തള്ളിവിട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ഭാഗ്യത്തിന് എനിക്കൊരു വേരിൽ പിടുത്തം കിട്ടി. അതിലൂടെ ഞാൻ മേലേക്ക് വന്നു. ആരൊക്കെയോ ചേർന്ന് എന്നെ അടിച്ച് കൊക്കയിലേക്ക് തള്ളിയെന്ന് ഏട്ടൻ അച്ഛനോടും അമ്മയോടും കള്ളം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹം കിട്ടുവാൻ വേണ്ടി മാത്രമാണ് ഏട്ടൻ എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടതെന്ന്. കഴിഞ്ഞ 6 മാസം അച്ഛനെയും അമ്മയും പിരിഞ്ഞ് ഞാൻ ജീവിക്കേണ്ടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി 20 വർഷമായിട്ടുള്ള ഏട്ടൻ്റെ വേദന എന്തെന്ന്. ഈ ലോകത്ത് നല്ലൊരു അച്ഛനെയും അമ്മയും കിട്ടുന്നതിലുപരി നല്ലൊരു ഏട്ടനെയും അനുജനെയും കിട്ടണം. ഇത് വച്ച് നോക്കുമ്പോൾ ഞാനാണ് ലോകത്തെ ഏറ്റവും ഭാഗ്യവാൻ. നിലത്തിരിക്കുമ്പോൾ ഒരു ഉറുമ്പ് നമ്മുടെ ശരീരത്തിലൂടെ കയറി കാതിൽ കടിക്കുന്നു. അയ്യോ പാവമെന്ന് പറഞ്ഞ് നമ്മളതിനെ താഴെ ഇറക്കി വിടുന്നില്ല. ആ സമയം വേദന സഹിക്കാൻ വയ്യാതെ കാതിനോട് ചേർത്ത് വെച്ച് ഞെരുക്കും. അതുപോലെ ഒരു സെക്കൻഡ് നേരം കൊണ്ട് എൻ്റെ ഏട്ടൻ എന്നോട് അങ്ങനെ ചെയ്തത്. എൻ്റെ ഏട്ടന് ഞാനൊരു തടസ്സമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഏറെ വൈകിപ്പോയി. ഏട്ടനെ പിരിഞ്ഞിരുന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ ജീവനോട് ഇരിക്കുന്നവർ എൻ്റെ ഏട്ടൻ അറിഞ്ഞാൽ മനസ്സ് വിഷമിക്കുമല്ലോ എന്ന് കരുതിയ ഇത്ര കാലം ഞാൻ മാറി നിന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് നിരപരാധിയായ എൻ്റെ ഏട്ടനെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാ. ഞാൻ തെറ്റെയ്തമ്മേ, ഞാൻ തെറ്റെയ്തു. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ അറിയാതെ ചെയ്തതാ. അമ്മ അമ്മ രഘു താൻ ചെയ്ത കുറ്റം സമ്മതിച്ചതിനാൽ കോടതി മാപ്പ് നൽകി അയാളുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് മാനസികാശുപത്രിയിൽ ചികിത്സ നടത്താൻ ഈ കോടതി ഉത്തരവിടുകയാണ്.